Hello everyone, welcome to Brilliant EduTech, the best solution ever. ഹെൽത്ത് സർവീസസ് നടത്തിയ കേരള PSC എക്സാമായ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2ന്റെ റിസൾട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ അടിസ്ഥാനത്തിൽ നടന്നൊരു എക്സാമാണ്. ഇതുവരെ 5 ജില്ലയുടെ റിസൾട്ടാണ് വന്നിട്ടുള്ളത്. 5 ജില്ലയിൽ നമുക്ക് ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അത് ഒരുപാടധികം വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. പലരും വിളിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാടധികം സന്തോഷമാണ്. അവരുടെ സന്തോഷം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിനെ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്ത് പറയണമെന്ന് തോന്നി. അപ്പോൾ സാലി KM തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില്, ആർദ്ര എറണാകുളം ഡിസ്ട്രിക്റ്റില്, അതുപോലെ കണ്ണൂരിലും ആലപ്പുഴയിലും നമുക്ക് സൗമ്യ ജയാണുള്ളത്. 2 ജില്ലയിലും ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ള വ്യക്തിയാണ് സൗമ്യ. അതുപോലെ വയനാട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ അജീഷ് KS. അപ്പോൾ എല്ലാ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് മാത്രമല്ല, നമുക്ക് ഇനിയും കുറേ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടധികം സന്തോഷമുണ്ട്. നിങ്ങൾ പേഴ്സണലി വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് കാണുമ്പോഴാണെങ്കിലും ഒരുപാടധികം സന്തോഷമുണ്ട്. അപ്പോൾ ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ മറ്റ് റാങ്ക് ഹോൾഡേഴ്സ് ആണ്. സെക്കൻഡ് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് നമുക്ക്. അതുപോലെ 4th, 3rd, 6th, 5th ഇങ്ങനെ പല റാങ്കിൽ നമുക്ക് ഫസ്റ്റ് 10ൽ തന്നെ അത്യാവശ്യം നിറയെ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിൽ ഒരുപാടധികം സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളുടെ അച്ചീവ്മെന്റ്സിൽ. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിന്റെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന്റെയും എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെയും റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയുടെ റാങ്ക് ലിസ്റ്റ് വന്നതാണ്. അപ്പോൾ ഈ അടുത്താണ് വന്നത് റാങ്ക് ലിസ്റ്റ്. അതിനകത്ത് നമുക്ക് 3rd റാങ്ക് ഹോൾഡർ ഉണ്ട് അപർണ KM, അതുപോലെ ഇസ്മായിൽ TA, ശ്രീദേവി LK, മുസീന. എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. വളരെ ചെറിയൊരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ലീഗൽ മെട്രോളജിയുടെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്തുനിന്നും ഇത്രയും നല്ല വിജയം ഉണ്ടായി എന്ന് പറയുന്നതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. നിങ്ങൾ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അത്രയധികം സന്തോഷം എനിക്കുണ്ട്. അതിലും എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുന്നു കേട്ടോ. അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നടത്തിയ അസിസ്റ്റന്റ് സയന്റിസ്റ്റിലും നമുക്ക് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. 5th റാങ്കിൽ പൂർണിമ ഗോപി, 18th റാങ്കിൽ ഷജിനി, 29th റാങ്കിൽ ധന്യ. അതുപോലെ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇതേപോലെ കഴിഞ്ഞ വർഷം നടന്ന എക്സാമാണ്. അതിൽ ഫസ്റ്റ് സെക്കൻഡ് റാങ്കുകളിലായിട്ട് നമുക്ക് ആദ്രയും അൽഫിയും ഉണ്ട്. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുന്നു. ഇനിയും വലിയ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് കാർബോഹൈഡ്രേറ്റ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഫുഡ് സേഫ്റ്റി ഓഫീസറിനായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്ത് നോക്കി ക്ലാസ്സുകൾ ഉപകാരപ്രദമാക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും. റീസെൻ്റ് ആയിട്ടുള്ള സയൻസ് ബേസ്ഡ് PSC എക്സാം അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾക്ക് മറക്കാതെ ആ ഒരു ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ എക്സാമിന്റെ പ്രിപ്പറേഷന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഒരു സ്റ്റഡി ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻസ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. സ്റ്റഡി പ്ലാൻ റിമൈൻഡേഴ്സ് ഉണ്ടായിരിക്കും. കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ തന്നുകൊണ്ട് നിങ്ങളുടെ എൻറ്റയർ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. എക്സാം ഓറിയന്റഡ് MCQ പ്രാക്ടീസ് ഉണ്ടായിരിക്കും. സിലബസ് ഓറിയന്റഡ് നോട്ട്സ് ഉണ്ടായിരിക്കും. ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും. സ്റ്റഡി ആൻഡ് മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതും നിങ്ങളുടെ എക്സാം എന്നാണോ അന്ന് വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി ആൻഡ് മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കുക. റിവിഷൻ ടെസ്റ്റുകൾ, ക്യൂസുകൾ, നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ സെൽഫ് അനാലിസിസ് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് അറിയാനായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാം. ഡിഫറെൻറ്റ് പ്ലാൻസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻസ് ചൂസ് ചെയ്യാവുന്നതാണ്. പ്ലാനിനെ കുറിച്ചും കോഴ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് തന്നിരിക്കുന്ന നമ്പറിൽ മറക്കാതെ വാട്സപ്പ് ചെയ്യാം. കാർബോഹൈഡ്രേറ്റ് നേച്ചറിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഓർഗാനിക് കോമ്പൗണ്ടാണ് കാർബോഹൈഡ്രേറ്റ്. അതായത് ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള ബയോമോളിക്കുളാണ് ഏത്? കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? CHO വരുന്നതുമുണ്ട്, CO വരുന്നതുമുണ്ട്. CHO ആണെങ്കിൽ നമ്മൾ ആൽഡിഹൈഡ് ഡെറിവേറ്റീവായിട്ടാണ് എടുക്കുന്നത്. അതിനെന്ത് വിളിക്കും? ആൽഡോസ് എന്ന് വിളിക്കും. CO ആണെങ്കിൽ കീറ്റോൺ ഡെറിവേറ്റീവാണ്, നമ്മൾ കീറ്റോസ് എന്ന് പറയും. അപ്പോൾ എന്താണ്? CHO ആണ് വരുന്നതെങ്കിൽ ആൽഡോസ് എന്നും CO ആണെങ്കിൽ കീറ്റോസ് എന്നും പറയാം. ഇനി എന്താണ് കാർബോഹൈഡ്രേറ്റ്? അപ്പോൾ ആരൊക്കെ വരും? കാർബണും വരും. ഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു വാട്ടറിൻ്റെ സംഭവമല്ലേ ഹൈഡ്രേറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ്? കാർബണും വരും, H2Oയും വരും. അപ്പോൾ എന്താണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ഫോർമുല എന്താണ്? CH2O. ഓക്കെ, അതിൻ്റെത് N > 3 മുതൽ വരാം. ഇനി എല്ലാ കാർബോഹൈഡ്രേറ്റ്സും CHO 1:2:1 റേഷ്യോ ഫോളോ ചെയ്യണം എന്നില്ല. പൊതുവെ എന്താണ് ഫോർമുല? എന്താണ്? CH2O ആണ്. കാർബൺ 1ഉം ഹൈഡ്രജൻ 2ഉം ഓക്സിജൻ 1ഉമാണ്. 1:2
2:1. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ ഫോർമുല എന്താണ്? C6H12O6. അപ്പോൾ എന്താണ്? 6:12:6. അപ്പോൾ എങ്ങനെ വരും? 1:2:1. ഓക്കെ. ഇനി എക്സെപ്ഷൻ കേസിന് എക്സാമ്പിൾ പറയാം. നമ്മുടെ DNA-ക്കകത്തുള്ള ഷുഗർ ഏതാണ്? ഡിയോക്സി റൈബോസ് അല്ലേ? അതിൻ്റെ ഫോർമുല എന്താണ്? C5H10O4 അല്ലേ? അതെന്താണ്? C5 ആണല്ലേ, പെൻഡോ ഷുഗറാണ് വരുന്നത്. C5H10O4. അത് ഈ 1:2:1 റേഷ്യോ ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ. ഇനി കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ സാക്രൈഡ്സ് എന്ന് വിളിക്കും. സാക്രൈഡ് മീൻസ് എന്താണ്? സ്വീറ്റ് ആയിട്ടുള്ള സാധനം എന്നാണ് എന്ത്? സാക്രൈഡിൻ്റെ മീനിങ്. ഓക്കെ. ഇനി കാർബോഹൈഡ്രേറ്റ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. 2 ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്യാം. ഒരെണ്ണം നമുക്ക് ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ മോളിക്കുലർ കോംപ്ലക്സിറ്റിയുടെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടിയുടെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ഏതൊക്കെ ഡിവൈഡ് ചെയ്യാം? ന്യൂട്രൽ, ബേസിക് ആൻഡ് അസിഡിക്. ഓക്കെ. ഇപ്പോൾ ന്യൂട്രൽ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ഒരു ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പും വരും, ഒരു കാർബണൈൽ ഗ്രൂപ്പും വരും. ഹൈഡ്രോക്സൈൽ മീൻസ് OHും കാർബണൈൽ എന്ന് പറയുന്നത് C+OOയും. ഓക്കെ. അപ്പോൾ എന്താണ്? ന്യൂട്രൽ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ഒരു കാർബോക്സൈൽ ഗ്രൂപ്പും കാണും, ഒരു OH ഗ്രൂപ്പും കാണും, ഒരു കാർബണൈൽ C+O ഗ്രൂപ്പും കാണും. ഇനി ബേസിക് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർബണൈൽ ഗ്രൂപ്പ് കാണും, ഒരു ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് കാണും, കൂടാതെ ഒരു അമിനോ ഗ്രൂപ്പും കാണും. ഇനി അസിഡിക് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ എന്തായിരിക്കും കാണുന്നത്? ഒരു ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പുണ്ട്, 2 കാർബണൈൽ ഗ്രൂപ്പും പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ ഒന്നും കൂടെ പറയാമേ. ന്യൂട്രൽ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ഒരു ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് OH ഗ്രൂപ്പും ഒരു കാർബണൈൽ ഗ്രൂപ്പ് C+O ഗ്രൂപ്പും പ്രസൻ്റ് ആയിരിക്കും. ഇനി ബേസിക് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് OH കാണും, കാർബണൈൽ ഗ്രൂപ്പ് C+O കാണും, കൂടാതെ ഒരു അമിനോ ഗ്രൂപ്പും പ്രസൻ്റ് ആയിരിക്കും. ഇനി അസിഡിക് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ഒരു കാർബണൈൽ ഗ്രൂപ്പ് C+O, പിന്നെ ഒരു കാർബണൈൽ ഗ്രൂപ്പ് C+O, കൂടാതെ ഒരു ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് OHും. ഓക്കെ. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ പറയുന്നത് മോളിക്കുലർ കോംപ്ലക്സിറ്റിയുടെ ബേസിൽ എങ്ങനെ നമുക്ക് കാർബോഹൈഡ്രേറ്റിനെ ക്ലാസിഫൈ ചെയ്യാം, അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ മോളിക്കുലർ കോംപ്ലക്സിറ്റിയുടെ ബേസിസിൽ കാർബോഹൈഡ്രേറ്റിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഏറ്റവും സിംപ്ലർ ഷുഗർ അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ബിൽഡിംഗ് ബോണ്ടായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ആരാണ്? മോണോ സാക്രൈറ്റ് ആണ്. അതായത് ഒരു കാർബോഹൈഡ്രേറ്റ് മാത്രം പ്രസൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? മോണോ സാക്രൈറ്റ് എന്ന് വിളിക്കും. 1 മോണോമറിക് യൂണിറ്റ് ഈസ് ഓൺലി പ്രസൻറ്റ് ഈസ് കോൾഡ് മോണോ സാക്രൈറ്റ്. ഇനി 2 മുതൽ 10 മോളിക്യൂൾസ് ഓഫ് മോണോ സാക്രൈറ്റ് ഉണ്ടെങ്കിൽ എന്ത് വിളിക്കും? ഒളിഗോ സാക്രൈഡ്സ് എന്ന് വിളിക്കും. അതിന് എക്സാമ്പിൾ എന്താണ്? ഡൈസാക്രൈഡ് ഒക്കെ വരുന്നത്. ഓക്കെ. ഇനി ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? പോളിസാക്രൈഡ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഒരു യൂണിറ്റ് ആണെങ്കിൽ മോണോ സാക്രൈഡ്, 2 to 10 ആണെങ്കിൽ ഒളിഗോ സാക്രൈഡ്സ്, ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ പോളിസാക്രൈഡ്സ് എന്നും പറയാം. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളതാണ് ഗ്ലൈക്കോ കോൺജുഗേറ്റ്സ്. നമുക്ക് വിശദമായിട്ട് ഇനിയുള്ള സ്ലൈഡ്സിൽ വരുന്നുണ്ട്, ജസ്റ്റ് ഞാനൊന്ന് പറയാം. ഈ ഗ്ലൈക്കോ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ടിനകത്ത് കോവാലൻ്റ്ലി ബോണ്ടഡ് ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് മോളിക്യൂളുമുണ്ട്, പിന്നെ ആരും കൂടെ കാണും? ഒരു നോൺ കാർബോഹൈഡ്രേറ്റ് മോളിക്യൂളും കാണും. അപ്പോൾ എന്താണ് ഗ്ലൈക്കോ കോൺജുഗേറ്റ്? ലിങ്ക്ഡ് ടു ഏതൊക്കെയാണ്? കോവാലൻ്റ്ലി ലിങ്ക്ഡ് കാർബോഹൈഡ്രേറ്റ് മോളിക്യൂൾ വിത്ത് നോൺ കാർബോഹൈഡ്രേറ്റ് മോളിക്യൂൾ. അപ്പോൾ ഇവിടെ എന്തൊക്കെ വരാം? പ്രോട്ടീൻസും ലിപ്പിഡ്സൊക്കെ വരാം. ഓക്കെ. അപ്പോൾ എന്താണ്? ഗ്ലൈക്കോ കോൺജുഗേറ്റ്സ് ക്യാൻ ബി ലിങ്ക്ഡ് ടു പ്രോട്ടീൻസ്. അപ്പോൾ എന്ത് വിളിക്കാം? ഗ്ലൈക്കോ പ്രോട്ടീൻസ് എന്നൊക്കെ പറയാം. ഓക്കെ. ലിപ്പിഡ് ആണെങ്കിലോ ഗ്ലൈക്കോ ലിപ്പിഡ് എന്നൊക്കെ പറയാം. ഓക്കെ. ഇനി അടുത്തത്, ഒരു കാർബൺ ഷുഗറേ ഉള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം? കാർബണൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ടു C1 കാർബൺ ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ആൽഡോസ് എന്ന് വിളിക്കും. ഓക്കെ. C2 ആണെങ്കിലോ 2 കാർബൺ ഷുഗേഴ്സ് ആണെങ്കിലോ കീറ്റോസ് എന്ന് വിളിക്കും. അപ്പോൾ ഒരെണ്ണമാണെങ്കിൽ ആൽഡോസ്, 2 ആണെങ്കിൽ കീറ്റോസ്. 3 കാർബൺ ഷുഗേഴ്സ് ആണെങ്കിലോ ട്രയോസസ് എന്ന് വിളിക്കും അല്ലേ? അപ്പോൾ എന്താണ്? ആൽഡോസ്, കീറ്റോസ്, ട്രയോസ്. 4 ആണെങ്കിൽ ടെട്രോസ്, 5 ആണെങ്കിൽ പെൻഡോസ്, 6 ആണെങ്കിൽ ഹെക്സോസ്. ഓക്കെ. 7 ആണെങ്കിൽ ഹെപ്റ്റോസ്, അങ്ങനെ പോകും. ഓക്കെ. അപ്പോൾ എന്താണ്? ഒരു കാർബൺ ഷുഗർ ആണെങ്കിൽ ആൽഡോസ്, 2 ആണെങ്കിൽ കീറ്റോസും, 3 ട്രയോസ്, 4 ടെട്രോസ്, 5 പെൻഡോസ്, 6 ഹെക്സോസ്. കാർബോഹൈഡ്രേറ്റ്സിനകത്ത് CHO ഗ്രൂപ്പും വരാം, CO ഗ്രൂപ്പും വരാം. കാർബോഹൈഡ്രേറ്റിൽ CHO ആയിട്ടുള്ള ആൽഡിഹൈഡ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ആൽഡിഹൈഡ് ഡെറിവേറ്റീവ് ഈസ് നോൺ ആസ് ആൽഡോസ് എന്ന് വിളിക്കും. ഓക്കെ.
ഇനി CO ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? കീറ്റോൺ ഡെറിവേറ്റീവാണ്, അപ്പോൾ നമ്മൾ കീറ്റോസ് എന്ന് വിളിക്കും. ഇവിടെ ട്രയോസ് 3 കാർബൺ ഷുഗറുള്ള ട്രയോസിനെ ഏതൊക്കെയായിട്ട് പറയാം? ആൽഡോ ട്രയോസ് എന്നും പറയാം, കീറ്റോ ട്രയോസ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ആൽഡോ ട്രയോസിനകത്ത് ആ പടത്തിൽ നോക്കിയാൽ മതി, എന്തുണ്ട്? CHO ഉണ്ടല്ലേ, CH ഡബിൾ ബോണ്ട് O എന്താണത്? ആൽഡിഹൈഡ് ആണല്ലേ. അപ്പോൾ അതെന്താണ്? ശരിക്കും ആൽഡോസ് ആണ്. ട്രയോസ് ആയിട്ട് എന്ത് വിളിക്കുമ്പോൾ നമ്മൾ ആൽഡോ ട്രയോസ് എന്ന് പറയും. എക്സാമ്പിൾ എന്താണ്? ഗ്ലിസറാൾഡിഹൈഡ് ആണ് എന്തിന് എക്സാമ്പിൾ? ആൽഡോ ട്രയോസിന് എക്സാമ്പിൾ. ഇനി കീറ്റോ ട്രയോസ് ആണെങ്കിലോ? കീറ്റോസ് ആണെന്ത്? C ഡബിൾ ബോണ്ട് O വരുന്നത് കീറ്റോണിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ കീറ്റോ ട്രയോസിന് എക്സാമ്പിൾ എന്താണ്? ഡൈഹൈഡ്രോക്സി അസറ്റോൺ. അപ്പോൾ ആൽഡോ ട്രയോസ് ആണെങ്കിൽ ഗ്ലിസറാൾഡിഹൈഡ് ആണ്, കീറ്റോ ട്രയോസ് ആണെങ്കിൽ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ആണ്. ആദ്യത്തെ പിക്ചറിനകത്ത് CH ഡബിൾ ബോണ്ട് O CHO വരുന്നതുകൊണ്ട് എന്ത് വരും? അത് ആൽഡിഹൈഡ് ഡെറിവേറ്റീവ് ആയിട്ടുള്ള ആൽഡോസ് ആണ്. ഇവിടെ എന്ത് വരും? ആൽഡോ ട്രയോസ്. ഇനി രണ്ടാമത്തെ പിക്ചറിനകത്ത് എന്താണ്? C ഡബിൾ ബോണ്ട് O ആണ്, അതെന്താണത്? കീറ്റോൺ ആണ്. അപ്പോൾ കീറ്റോണിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എന്ത് പറയും? കീറ്റോസ് എന്ന് പറയും. ഇത് ട്രയോസ് ആയതുകൊണ്ട് കീറ്റോ ട്രയോസ് എന്ന് പറയും. അടുത്ത ടെട്രോസ്. ടെട്രോസ് പറയുമ്പോൾ എന്താണ്? 4 കാർബൺ ഷുഗേഴ്സ് പ്രസൻ്റ് ആണ്. ഓക്കെ, 4 കാർബൺ ആറ്റമുള്ളതാണ് എന്ത്? ടെട്രോസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ആൽഡോ ടെട്രോസും ഉണ്ട്, കീറ്റോ ടെട്രോസും ഉണ്ട്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ എന്താണ്? എറിത്രോസും ത്രയോസുമാണ് ആൽഡോ ടെട്രോസിന് എക്സാമ്പിൾ. എറിത്രുലോസാണ് എന്ത്? കീറ്റോ ടെട്രോസിന് എക്സാമ്പിൾ. ആ എറിത്രോലോസ് തമ്മിലുള്ള ആ ഡിഫറൻസ് ഒന്ന് നോക്കാമോ? എറിത്രോസിലാണെങ്കിൽ ആദ്യത്തെ കാർബണിൽ എന്തുണ്ട്? ആൽഡിഹൈഡ് ഉണ്ടല്ലേ, CHO ഉണ്ട്. എന്തിലാണ്? എറിത്രോസിൽ. ഇനി എറിത്രുലോസിൽ എന്താണ്? രണ്ടാമത്തെ കാർബണിൽ C ഡബിൾ ബോണ്ട് O കീറ്റോൺ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആൽഡോ ടെട്രോസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? എറിത്രോസ് ഉണ്ട്, ത്രയോസ് ഉണ്ട്. ഇനി കീറ്റോ ടെട്രോസിന് എക്സാമ്പിൾ എന്താണ്? എറിത്രുലോസ് ആണെന്ത്? കീറ്റോ ടെട്രോസിന് എക്സാമ്പിൾ. ഇതാണ് പെൻഡോസ്. 5 കാർബൺ ഷുഗർ ഉണ്ട്. ഏതൊക്കെയാണ്? ആൽഡോ പെൻഡോസിൽ വരുന്ന ആരൊക്കെയാണ്? റൈബോസ് ഉണ്ട്, അറബിനോസ് ഉണ്ട്, സൈലോസ് ഉണ്ട്, ലൈസോസ് ഉണ്ട് അല്ലേ. ഈ അറബിനോസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പെൻഡോസിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്? റൈബോസ് വരുന്നുണ്ട്, അറബിനോസ് വരുന്നുണ്ട്, സൈലോസ് വരുന്നുണ്ട്, ലൈസോസ് വരുന്നുണ്ട്. ആൽഡോ പെൻഡോസിന് എക്സാമ്പിൾസ് ആണ്. ഇനി കീറ്റോ പെൻഡോസിലാണെങ്കിലോ? റൈബുലോസ് ഉണ്ട്, സൈലുലോസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ റൈബോസ് ആൽഡോ പെൻഡോസിലും റൈബുലോസ് കീറ്റോ പെൻഡോസിലും വരും. അതുപോലെ തന്നെ സൈലോസ് ആൽഡോ പെൻഡോസിൽ വരും, സൈലുലോസ് കീറ്റോ പെൻഡോസിൽ വരും. നമ്മൾ 9 സ്ലൈഡാണ് നോക്കിയില്ലായിരുന്നോ? എറിത്രോസ് ആണെങ്കിൽ ആൽഡോ ടെട്രോസിൽ വരും, എറിത്രുലോസ് ആണെങ്കിൽ കീറ്റോ ടെട്രോസിൽ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? റൈബോസും അറബിനോസും സൈലോസും ലൈസോസും റൈബുലോസും സൈലുലോസുമാണ് എന്തിന് എക്സാമ്പിൾ? പെൻഡോസിൽ എക്സാമ്പിൾ. ഓക്കെ, അടുത്ത ഹെക്സോസ്. ഹെക്സോസ് എന്താണ്? 6 കാർബൺ ഷുഗർ ഉണ്ടെങ്കിൽ നമ്മൾ ഹെക്സോസ് എന്ന് വിളിക്കും. ഓക്കെ, അത് എന്തൊക്കെ ക്ലാസിഫൈ ചെയ്യാം? ആൽഡോ ഹെക്സോസും ഉണ്ട്, കീറ്റോ ഹെക്സോസും ഉണ്ട്. ഇപ്പോൾ ആൽഡോ ഹെക്സോസ് അല്ലെങ്കിൽ ആൽഡോസിനകത്ത് കാർബണൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് C1 ആയിരിക്കും. ഓക്കെ, ഇനി കീറ്റോ ഹെക്സോസ് അല്ലെങ്കിൽ കീറ്റോസിനകത്ത് കാർബൺ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് C2 ആയിരിക്കും. ഓക്കെ, ഇനി ആൽഡോ ഹെക്സോസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ആലോസ് ഉണ്ട്, ആൾട്രോസ് ഉണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്, മാനോസ് ഉണ്ട്, ഗൂളോസ് ഉണ്ട്, ഐഡോസ് ഉണ്ട്, ഗാലക്ടോസ് ഉണ്ട്, ടാലോസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ആലോസ്, ആൾട്രോസ്, ഗ്ലൂക്കോസ്, മാനോസ്, ഗൂലോസ്, ഐഡോസ്, ഗാലക്ടോസ് ആൻഡ് ടാലോസ്. ഇനി കീറ്റോ ഹെക്സോസിന് ഏതൊക്കെയാണ് എക്സാമ്പിൾ? സൈക്കോസ്, ഫ്രക്ടോസ്, ടാഗോസ് ആൻഡ് സോർബോസ്. ഓക്കെ, പഠിച്ചോളണേ. അടുത്ത നമുക്ക് എനാൻഷ്യോമേഴ്സും എപ്പിമേഴ്സും എന്താണെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മൾ ഈ സ്ട്രക്ചർ ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് ബോൺ എന്താണ്? ഒരു ഫിഗർ എടുക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്ക് ബോൺ എന്താണ്? അൺബ്രാഞ്ച് ആയിട്ടുള്ള ഒരു സിംഗിൾ കാർബൺ ചെയിൻ ഉണ്ട്. ഓക്കെ, സിംഗിൾ ബോണ്ട് C അങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു അൺബ്രാഞ്ച് ആയിട്ടുള്ള സിംഗിൾ കാർബൺ ചെയിൻ ഉണ്ട്. ഓക്കെ, ഇതിൽ ഒരു കാർബൺ ഒരു ഓക്സിജനുമായിട്ട് ഡബിൾ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ എന്ത് ഫോം ആവും? കാർബണൈൽ ഫോം ആവും. വൺ ഓഫ് ദി കാർബൺ ഈസ് ഡബിൾ ബോണ്ടഡ് ടു ഓക്സിജൻ ടു ഫോം CO കാർബണൈൽ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി എല്ലാ കാർബണും എന്തുമായി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്?
ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ എന്താണ്, ഒരു കാർബൺ നമ്മൾ ഓയുമായിട്ട് ഡബിൾ ബോണ്ട് കണക്ട് ചെയ്തിട്ട് 1 കാർബൺ ഈസ് കണക്റ്റഡ് ടു ഓക്സിജൻ ആറ്റം വിത്ത് ഡബിൾ ബോണ്ട് ടു ഫോം കാർബണൈൽ ഗ്രൂപ്പ്. ഇനി ബാക്കിയെല്ലാം ഈച്ച് ഓഫ് ദി കാർബൺ ആറ്റം ഇൻ ദി ചെയിൻ ഈസ് കണക്റ്റഡ് ടു ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് അല്ലേ, OH ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റം Hമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്ത് നമ്മുടെ ബേസിക് സ്ട്രക്ചർ. സൂക്രോസ് അല്ലെങ്കിൽ നമ്മുടെ ഷുഗർ എന്ന് പറയുന്നത് എന്താണ്, ഡൈസാക്രൈഡ് ആണ്. അപ്പോൾ ഈ സൂക്രോസ് എന്ത് സംഭവിക്കും, ഹൈഡ്രോളിസിസ് ചെയ്ത് ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഫ്രക്ടോസും ഫോം ചെയ്യും. ഓക്കെ, ഏതൊക്കെ ഫോം ചെയ്യും, ഷുഗർ അല്ലെങ്കിൽ സൂക്രോസ് ഹൈഡ്രോളിസ് ചെയ്ത് ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഫ്രക്ടോസും ഫോം ചെയ്യും. ഈ ഹൈഡ്രോളിസിസിന് മുന്നേ ഈ സൂക്രോസ് എന്ന് പറയുന്നതിൻ്റെ ആളുടെ സ്പെസിഫിക് റൊട്ടേഷൻ 66 ഡിഗ്രിയാണ്. അപ്പോൾ ഇതെന്താണ്, ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. സൂക്രോസ് എന്ന് പറയുന്നത് ഹൈഡ്രോളിസിസിന് മുന്നേ 66 ഡിഗ്രിയാണ് സ്പെസിഫിക് റൊട്ടേഷൻ. അപ്പോൾ ഇതെന്താണ്, ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. ഹൈഡ്രോളിസിസിന് ശേഷം ആൽഫ ഡി ഗ്ലൂക്കോസ് 52.5ഉം ബീറ്റ ഡി ഫ്രക്ടോസ് -92.4ഉമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ എന്താണ്, സൂക്രോസ് എന്ന് പറയുന്നത് 66 ആയിരുന്നു, ഏത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി 66 ഡിഗ്രി ആയിരുന്നു. അത് ഹൈഡ്രോളിസ് ചെയ്ത് എന്തൊക്കെ ഫോം ചെയ്യുന്നു, ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഫ്രക്ടോസും ഫോം ചെയ്യുന്നു. ആൽഫ ഡി ഗ്ലൂക്കോസ് 52.5 ആണ്, പ്ലസ് ആണ്. അപ്പോൾ എന്താണ്, ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. ഓക്കെ, ഇനി ബീറ്റ ഡി ഫ്രക്ടോസ് എന്ന് പറയുന്നത് -92.4 ആണ്. അതെന്താണ്, ലീവോ റൊട്ടേറ്ററി ആണ്. അപ്പോൾ നെറ്റ് റൊട്ടേഷൻ എത്ര വരും, -39.9 ആണ് എന്ത് വരുന്നത്, നെറ്റ് റൊട്ടേഷൻ വരുന്നത്. ഈ സൂക്രോസ് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആവുന്നത് ആരുടെയൊക്കെ സഹായത്തിലാണ്, എൻസൈംസ് ആയിട്ടുള്ള സൂക്രേസിൻ്റെ അല്ലെങ്കിൽ ഇൻവെർട്ടേസിൻ്റെ സഹായത്തോടെയാണ് എന്ത് നടക്കുന്നത്, ഹൈഡ്രോളിസിസ് നടക്കുന്നത്. ഗ്ലൂക്കോസ് വാട്ടറിനകത്താണെങ്കിൽ പൈറനോസ് സ്ട്രക്ചറാണ്, അടുത്ത സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രക്ടോസ് എന്ന് പറയുന്നത് ഫ്യൂറാനോസ് സ്ട്രക്ചറിലാണ് വരുന്നത്. ഓക്കെ, ഫ്രക്ടോസ് ലെസ് സ്റ്റേബിളാണ്, അതുകൊണ്ട് എന്തായിട്ട് മാറും, ഫ്രക്ടോ പൈറനോസ് ആയിട്ട് മാറും. അതെന്താണ്, ലീവോ റൊട്ടേറ്ററി ആണ്. അങ്ങനെ എന്ത് സംഭവിക്കുന്നു, ദസ് ദിസ് ചേഞ്ച് ഫ്രം ഡെസ്ട്രോ റൊട്ടേറ്ററി ടു ലീവോ റൊട്ടേറ്ററി. ഓക്കെ, അപ്പോൾ എന്താണ്, അങ്ങനെയാണ് എന്താവുന്നത്, സൂക്രോസ് എന്ന് പറയുന്നത് ഇൻവേർട്ട് ഷുഗറായിട്ട് മാറുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഡെസ്ട്രോ റൊട്ടേറ്ററി ആയിരുന്നത് ലീവോ റൊട്ടേറ്ററി ആയിട്ട് മാറുകയാണ്. അങ്ങനെ എന്തായി, സൂക്രോസ് ഇസ് കോൾഡ് ഇൻവേർട്ട് ഷുഗർ. അതാണ് ഫസ്റ്റ് പോയിന്റിൽ കൊടുത്തിരിക്കുന്നത്. ഡി ഷുഗർ എന്ന് പറയുന്നത് പ്രിഡോമിനേറ്റ് ചെയ്ത് നിൽക്കും. ഇനി എന്താണ് എനാൻഷ്യോമർ, എന്താണ് എപ്പിമർ എന്ന് നോക്കാം. എന്താണ് എനാൻഷ്യോമർ, എന്താണ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി, ഒരു സബ്സ്റ്റൻസ് അതിൻ്റെ പ്ലെയിൻ ഓഫ് പോളറൈസേഷനിൽ നിന്ന് റൈറ്റിലോട്ടാണ് അല്ലെങ്കിൽ ക്ലോക്ക് വൈസിലോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് വിളിക്കും. നമ്മളത് പ്ലസ് കൊണ്ടോ ഡി കൊണ്ടോ റെപ്രസെൻറ്റ് ചെയ്യും. ഒരു സബ്സ്റ്റൻസ് ലെഫ്റ്റിലോട്ടാണ് തിരിയുന്നതെങ്കിൽ എന്ത് വിളിക്കാം, ലീവോ റൊട്ടേറ്ററി എന്ന് വിളിക്കാം. എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, മൈനസ് അല്ലെങ്കിൽ എൽ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതെന്തായിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. എനാൻഷ്യോമേഴ്സ് ആർ stereoisomers that are non-superimposable on their mirror images. മിറർ ഇമേജ് എന്താണ്, മിററിൽ കാണുന്ന ഇമേജാണ് എന്ത് മിറർ ഇമേജ് വരുന്നത്. നമ്മൾ രണ്ട് കൈകളെടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, മിറർ ഇമേജാണ്. പക്ഷേ എന്താണ്, ഒരു കൈയുടെ പുറത്ത് മറ്റു കൈ വയ്ക്കുമ്പോൾ ഒരുപോലെ വരുന്നല്ലോ. അപ്പോൾ അതിനെന്ത് വിളിക്കും, നോൺ സൂപ്പർ ഇമ്പോസിബിൾ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് എനാൻഷ്യോമർ, ദേ ആർ സ്റ്റീരിയോ ഐസോമേഴ്സ് ദാറ്റ് ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ഓൺ ദെയർ മിറർ ഇമേജസ്. എക്സാമ്പിൾ എന്തൊക്കെ പറയാം, ഒരു ഡി ഷുഗറും എൽ ഷുഗറും എന്താണ്, എനാൻഷ്യോമറാണ്. ഇവിടെ നോക്ക്, പടത്തിലോട്ട് നോക്കൂ, എൽ ഗ്ലിസറൈഡും ഉണ്ട്, ഡി ഗ്ലിസറൈഡും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ OH എന്താണ് ഫംഗ്ഷൻ ഗ്രൂപ്പ്, ആ ഒരു കൈറാൽ കാർബണിനകത്ത് എന്താണ് കൈറാൽ കാർബൺ, 4 കാർബൺ, അതിനകത്ത് കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന 4 ആൾക്കാരും വ്യത്യസ്തമായിട്ടുള്ളവരാണ് എന്ത് വിളിക്കുന്നത്, കൈറാൽ കാർബൺ എന്ന് വിളിക്കാം. ഈ 3 കാർബൺ എടുക്കുമ്പോൾ അതിനകത്തുള്ള ഒരാൾ മാത്രമേ എന്തുള്ളൂ, കൈറാൽ കാർബൺ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്, വലത് സൈഡിൽ OH വരുന്നത് എന്തായിരിക്കും, ഡി ഗ്ലിസറാൾഡിഹൈഡ് ആണ്. ലെഫ്റ്റ് സൈഡിലാണെങ്കിലോ എൽ ഗ്ലിസറാൾഡിഹൈഡ് ആണ്. ഓക്കെ, അപ്പോൾ എന്തിന് എക്സാമ്പിളാണ് അവർ, എനാൻഷ്യോമേഴ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ എന്താണ് എനാൻഷ്യോമേഴ്സ്, ദേ ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ്.
അവരെന്തായിരിക്കും? മിറർ ഇമേജ് ആയിരിക്കും. പക്ഷേ എന്താണ്? നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. ഇനി എന്താണ് എപ്പിമാസ് എന്ന് പറയുന്നത്? അത് ദേ ഡിഫർ ഓൺലി ഇൻ വൺ ഓഫ് ദി സെവറൽ കൈറൽ ആറ്റംസ്. ഓക്കെ, സെൻറ്റേഴ്സ്. അപ്പോൾ എന്താണ്? ഒരു മോളിക്യൂളിനകത്ത് പല പല കൈറൽ സെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിനകത്തുള്ള ഒരു സെൻറ്ററിൽ മാത്രമേ വ്യത്യാസമുണ്ടെങ്കിൽ എന്ത് വിളിക്കൂ? അതിനെ എപ്പിമാസ് എന്ന് വിളിക്കൂ. ഈ ഗ്ലൂക്കോസിനകത്ത് നോക്കൂ. ഗ്ലൂക്കോസിനകത്ത് എത്ര കൈറൽ കാർബൺസ് ഉണ്ട്? 4 കൈറൽ കാർബൺസ് വരുന്നുണ്ട്. അതിനകത്ത് എന്ത്? ഒരാൾ മാത്രമേ എന്തുള്ളൂ? വ്യത്യാസം കാണിക്കുന്നുള്ളൂ. അപ്പോൾ എന്ത് വിളിക്കും? എപ്പിമാസ് എന്ന് വിളിക്കും. എക്സാമ്പിൾ എന്താണ്? ഡി ഗ്ലൂക്കോസ് ഈസ് ആൻ എപ്പിമർ ഓഫ് ഡി ഗാലക്ടോസ്. ഓക്കെ, ഇനി നമുക്ക് പൈറാൻ സ്ട്രക്ചറും ഫ്യൂറാൻ സ്ട്രക്ചറും നോക്കാം. ഇതെന്താണ്? ഒരു സൈക്ലിക് അല്ലെങ്കിൽ റിംഗ് സ്ട്രക്ചറാണ്. ഓക്കെ, നമ്മൾ മുമ്പൊക്കെ പഠിച്ചത് എന്തായിരുന്നു? ഫിഷർ പ്രൊജക്ഷൻ ആണല്ലേ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ എഴുതുന്നത് എന്താണ്? ഫിഷർ പ്രൊജക്ഷനാണ്. ഈ ഫിഷർ പ്രൊജക്ഷനെ നമുക്ക് എങ്ങനെ ഒരു സൈക്ലിക് സ്ട്രക്ചർ ആക്കാം? ഓക്കെ, എന്താണ്? 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? പൈറാൻ സ്ട്രക്ചറുമുണ്ട്, ഫ്യൂറാൻ സ്ട്രക്ചറുമുണ്ട്. 6 മെമ്പേർഡ് ഷുഗർ റിംഗ് ആണെങ്കിൽ നമ്മൾ പൈറനോസ് എന്ന് വിളിക്കും. 5 മെമ്പേർഡ് ആണെങ്കിൽ ഫ്യൂറനോസ് എന്ന് വിളിക്കും. പൈറനോസിന് എക്സാമ്പിൾ എന്താണ്? ഗ്ലൂക്കോസ് ആണ് പൈറനോസ് സ്ട്രക്ചറിന് എക്സാമ്പിൾ. ഓക്കെ, ഇനി ഫ്യൂറനോസ് റിംഗ് സ്ട്രക്ചറിന് എക്സാമ്പിൾ ഏതാണ്? അത് എക്സാമ്പിൾ നമുക്ക് റൈബോസ് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ്? 6 മെമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് പൈറനോസ് എന്ന് വിളിക്കാം. 5 മെമ്പേർഡ് ആണെങ്കിൽ ഫ്യൂറനോസ് എന്ന് വിളിക്കാം. നമുക്ക് ബാക്കിയുള്ളതൊക്കെ നെക്സ്റ്റ് സ്ലൈഡിൽ വരുന്നുണ്ട്. നമുക്ക് സൈക്ലൈസേഷൻ ഓഫ് ഡി ഗ്ലൂക്കോസ് ടു ഫോം ഗ്ലൈക്കോപൈറനോസ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇൻ അക്വസ് സൊല്യൂഷൻ ഹെക്സോസ് ആൻഡ് പെൻഡോസ് വിൽ സൈക്ലൈസ്ഡ് ഫോമിങ് എന്തൊക്കെ ഫോം ചെയ്യും? ആൽഫ സ്ട്രക്ചർ ഫോം ചെയ്യും, ബീറ്റ സ്ട്രക്ചറും ഫോം ചെയ്യും. ഓക്കെ, ഗ്ലൂക്കോസിൻ്റെ ഫോമുല എന്താണ്? C6H12O6 ആണ്. ആദ്യത്തെ സ്ട്രക്ചറിലോട്ട് നോക്കൂ, ഫിഷർ പ്രൊജക്ഷനിലോട്ട് നോക്കൂ. ഡി ഗ്ലൂക്കോസിൻ്റെ ഫസ്റ്റ് കാർബൺ എങ്ങനെയാണ്? CH ഡബിൾ ബോണ്ട് O. സെക്കൻഡ് കാർബണിനകത്ത് ഒരു OHും പിന്നെ ഒരു Hഉം വരുന്നുണ്ട്. തേർഡിനകത്തും Hഉം OHും ആണ്. ഫോർത്തും ഫിഫ്ത്തും അങ്ങനെയാണ്. ഇനി 6th കാർബൺ എങ്ങനെയാണ്? CH2OH ആണ്. ഓക്കെ, ഇനി ആദ്യത്തെ കാർബൺ എങ്ങനെയാണ്? CH ഡബിൾ ബോണ്ട് O അല്ലേ. തേർഡ് കാർബണിൽ മാത്രം ചെറിയൊരു മാറ്റമുണ്ട്. ബാക്കി എല്ലാവർക്കും റൈറ്റ് സൈഡിലാണ് OH എങ്കിൽ തേർഡ് കാർബൺ മാത്രം OH ലെഫ്റ്റ് സൈഡിലാണ്. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ കാർബണെ നോക്കാം, 5ാമത്തെ കാർബണെ നോക്കാം. ആദ്യത്തെ കാർബണിൽ ആരൊക്കെയുണ്ട്? CHും ഉണ്ട്, ഒരു Oയും ഉണ്ട്. ഈ ഓക്സിജൻ ഒരു നെഗറ്റീവ് ചാർജ് അറ്റൈൻ ചെയ്യും, കാർബൺ ഒരു പോസിറ്റീവ് ചാർജ് അറ്റൈൻ ചെയ്യും. അതുപോലെ തന്നെ 5ാമത്തെ കാർബണിനകത്തും ഓക്സിജൻ ഒരു നെഗറ്റീവ് ചാർജും OHനകത്ത് വരുന്ന ഹൈഡ്രജൻ ഒരു പോസിറ്റീവ് ചാർജും അറ്റൈൻ ചെയ്യും. അപ്പോൾ ഈ 5ാമത്തേനകത്തുള്ള ഹൈഡ്രജൻ എന്ത് ചാർജാണ്? പ്ലസ് ചാർജ് അറ്റൈൻ ചെയ്യുന്ന ഹൈഡ്രജൻ 1ാമത്തെ കാർബൺ ആറ്റത്തിലുള്ള ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ 5ാമത്തെ കാർബണിലുള്ള ഓക്സിജന് നെഗറ്റീവ് ചാർജാണ്. ഈ ഓക്സിജൻ ആദ്യത്തെ കാർബണിലുള്ള ഹൈഡ്രജനും കാർബൺ ഏതാണ്? പോസിറ്റീവ് ചാർജുമായിട്ട് എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. ഓക്കെ, അങ്ങനെ എന്ത് ഫോം ചെയ്യും? ഈ ഓപ്പൺ സ്ട്രക്ചർ ക്ലോസ് സ്ട്രക്ചർ ഫോം ആവും. എന്തൊക്കെ ഫോം ആവും? ആൽഫ ഡി ഗ്ലൂക്കോസ് ഫോം ആവും, ബീറ്റ ഡി ഗ്ലൂക്കോസും ഫോം ചെയ്യാം. ഇപ്പോൾ ആൽഫ ഡി ഗ്ലൂക്കോസ് ആണെങ്കിൽ ആദ്യത്തെ കാർബണിനകത്ത് വലത് സൈഡിലായിരിക്കും എന്ത് വരുന്നത്? റൈറ്റ് സൈഡിലായിരിക്കും OH വരുന്നത്. ഇനി ബീറ്റ ഡി ഗ്ലൂക്കോസ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിരിക്കും എന്ത് വരുന്നത്? OH ഫോം ചെയ്യുന്നത്. ഇവരെന്ത് വിളിക്കാം? ആൽഫ ഡി ഗ്ലൂക്കോസിനെയും ബീറ്റ ഡി ഗ്ലൂക്കോസിനെ എന്ത് വിളിക്കാം? ഫസ്റ്റ് കാർബണിൽ റൈറ്റ് സൈഡിൽ വരുന്നതാണെങ്കിൽ OH വരുന്നെങ്കിൽ ആൽഫ ഡി ഗ്ലൂക്കോസും, ലെഫ്റ്റ് സൈഡിലാണ് OH വരുന്നതെങ്കിൽ ബീറ്റ ഡി ഗ്ലൂക്കോസുമാണ്. ഇവരെന്ത് വിളിക്കാം? ആനോമാസ് എന്ന് വിളിക്കാം. ഇനി നമുക്ക് ഈ ഫിഷർ പ്രൊജക്ഷനെ ഹവോർത്ത് പ്രൊജക്ഷനിലാക്കിയിട്ട് എഴുതാം. ഓക്കെ, അതെങ്ങനെ വരും? നമ്മളിതിനൊരു റിംഗ് സ്ട്രക്ചറിൽ എഴുതാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? നമ്മുടെ 1ാമത്തെ കാർബണേയും 5ാമത്തെ കാർബണേയും കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? ആ റിംഗ് സ്ട്രക്ചർ വരയ്ക്കുന്നത്. അപ്പോൾ എത്ര പൊസിഷൻ ഉണ്ട്? 6 പൊസിഷൻ ഉണ്ട്. ഓക്സിജൻ്റെ പൊസിഷനകത്തും ബാക്കി എല്ലാത്തിനകത്തും കാർബണുമാണ് വരുന്നത്. അപ്പോൾ എന്താണിത്? 6 മെമ്പേർഡ് സ്ട്രക്ചറാണ്. നമ്മുടെ ഈ ഫിഷർ പ്രൊജക്ഷനകത്തുള്ള ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാർ നമ്മൾ ടോപ്പിലാക്കിയും എഴുതണം ഈ ഹവോർ സ്ട്രക്ചറിനകത്ത് പ്രൊജക്ഷനകത്ത്. ഈ റൈറ്റ് സൈഡിലുള്ള ആൾക്കാർ നമുക്ക് ബോട്ടമിൽ വരുന്ന ലെവലിലും എഴുതണം. അപ്പോൾ ഫസ്റ്റ് കാർബണിനകത്ത് OH താഴെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ആൽഫ ഡി ഗ്ലൂക്കോപൈറനോസ് എന്ന് വിളിക്കും. അതാണ് എന്ത്? ആൽഫ ഡി ഗ്ലൂക്കോസ്. ഓക്കെ, ഇനി OH ടോപ്പിലാണ് വരുന്നതെങ്കിൽ എന്തായും? ബീറ്റ ഡി ഗ്ലൂക്കോപൈറനോസ് അല്ലെങ്കിൽ ബീറ്റ ഗ്ലൂക്കോസ് ഫോം ചെയ്യും. ബീറ്റ ഡി ഗ്ലൂക്കോസ് ഫോം ചെയ്യും.
ഇങ്ങനെയാണ് എന്ത് ഫിഷർ പ്രൊജക്ഷനെ നമ്മൾ ഹാവർത്ത് പ്രൊജക്ഷനാക്കി മാറ്റുന്നത്. ഇതാണ് എന്ത് നമ്മുടെ റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. നമ്മളെന്താണ് ഓപ്പൺ സ്ട്രക്ചറിനെ ക്ലോസ് സ്ട്രക്ചറാക്കി മാറ്റുകയാണ്, സൈക്ലിക്കാക്കി മാറ്റുകയാണ്. അതുപോലെ തന്നെ സൈക്ലൈസേഷൻ ഓഫ് ഡി റൈബോസിൻ്റെ ഫോമേഷൻ നോക്കാം. എന്തൊക്കെ ഫോം ചെയ്യും? ഫോംസ് ആൽഫ ഡി റൈബോപൈറനോസ്, ബീറ്റ ഡി റൈബോപൈറനോസ്, ആൽഫ ഡി റൈബോഫ്യൂറനോസ്, ബീറ്റ ഡി റൈബോഫ്യൂറനോസും ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിനകത്ത് എന്താണ് നമ്മുടെ നോക്കിയാൽ മതി. ഡി റൈബോസിൽ എത്ര കാർബൺ ഉണ്ട്? 5 ആണല്ലേ. ഓക്കെ, അപ്പോൾ എന്ത് ഫോം ചെയ്യും? ഫ്യൂറനോസും ഫോം ചെയ്യും, പൈറനോസും ഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ഫിഷർ പ്രൊജക്ഷനെ നമ്മൾ ഹവോർത്ത് പ്രൊജക്ഷനാക്കി മാറ്റുകയാണ്. അപ്പോൾ ഏതൊക്കെ ഫോം ചെയ്യും? ആൽഫ ഡി റൈബോപൈറനോസ്, ബീറ്റ ഡി റൈബോപൈറനോസ്, ആൽഫ ഡി റൈബോഫ്യൂറനോസ്, ബീറ്റ ഡി റൈബോഫ്യൂറനോസ്. ഇതിനകത്ത് ഫോമേഷനകത്ത് ആരായിരിക്കും കൂടുതൽ ഫോം ചെയ്യുന്നത്? കൂടുതൽ ഫോം ചെയ്യുന്നത് എപ്പോഴും ബീറ്റ ആയിരിക്കും. ബീറ്റ ഡി റൈബോപൈറനോസ് ആണ് ഏറ്റവും കൂടുതൽ ഫോം ചെയ്യുന്നത്. ഏതാണ്ട് 59% ആരുണ്ട്? ബീറ്റ ഡി റൈബോപൈറനോസ് ഉണ്ട്. രണ്ടാമത് വരുന്നത് ആരാണ്? 20% ആൽഫ ഡി റൈബോപൈറനോസ്. ഇനി മൂന്നാമത് വരുന്നത് ബീറ്റ ഡി റൈബോഫ്യൂറനോസ് ആണ്. അത് എത്രയുണ്ട്? 13% ഉണ്ട്. ഏറ്റവും കുറവ് ഏതാണ്? ആൽഫ ഡി റൈബോഫ്യൂറനോസ് ആണ്. എത്രയേ ഉള്ളൂ? 7% ഉള്ളൂ. അപ്പോൾ എന്താണ് പൈറനോസ് ആണ് കൂടുതൽ അബണ്ടൻസ് ഫോം ചെയ്യുന്നത്. ഒരു സൊല്യൂഷനകത്ത് കൂടുതൽ റിലേറ്റീവ് അബണ്ടൻസ് കൂടുതലുള്ളത് പൈറനോസിനാണ്. ഏറ്റവും കൂടുതലുള്ളത് ആൽഫ ഡി റൈബോപൈറനോസും, രണ്ടാമത് വരുന്നത് ബീറ്റ ഡി റൈബോപൈറനോസും, രണ്ടാമത് വരുന്നത് ആൽഫ ഡി റൈബോപൈറനോസുമാണ്. അപ്പോൾ എന്താണ് 59% ഓഫ് ബീറ്റ ഡി റൈബോപൈറനോസ് ഈസ് മോസ്റ്റ് അബണ്ടൻറ്റ് ഇൻ റൈബോസ് സൊല്യൂഷൻ. പിന്നെ വരുന്നത് എന്താണ്? ഫ്യൂറനോസ് ആണ്. അതിനകത്ത് ഏതാണ്? ബീറ്റ ഡി റൈബോഫ്യൂറനോസ് 13%, ആൽഫ ഡി റൈബോഫ്യൂറനോസ് ആണ് ഏറ്റവും ലീസ്റ്റ് അബണ്ടൻ്റ്. അത് എത്രയേ ഉള്ളൂ? 7% ഉള്ളൂ. അടുത്ത ഡെറിവേറ്റീവ്സ് ഓഫ് മോണോസാക്രൈഡ്സ്. മെനി ഷുഗർ ഡെറിവേറ്റീവ്സ് ആർ ഫൗണ്ട് ഇൻ ബയോളജിക്കൽ സിസ്റ്റം. അത് ഏതൊക്കെയാണ്? മോണോസാക്രൈഡ് ഉണ്ട്, ഒളിഗോസാക്രൈഡ് ഉണ്ട്, പോളിസാക്രൈഡ്സ് ഉണ്ട്. പൊതുവെ മോണോസാക്രൈഡും ഒളിഗോസാക്രൈഡുമാണ് എന്ത്? ഷുഗർ അല്ലെങ്കിൽ സ്വീറ്റ് എന്ന് നമ്മൾ പറയുന്നത്. പോളിസാക്രൈഡ് എന്താണ്? നോൺ ഷുഗർ ആണ്. ദീസ് ഇൻക്ലൂഡ് ഷുഗർ ഫോസ്ഫേറ്റ്സ്, ഡിയോക്സി ആൻഡ് അമിനോ ഷുഗേഴ്സ്, ഷുഗർ ആൽക്കഹോൾ ആൻഡ് ആസിഡ്സ്. ഓക്കെ, അപ്പം ഡെറിവേറ്റീവ് ഓഫ് മോണോസാക്രൈഡ് പെൻറ്റോസിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്? റൈബോസും ഉണ്ട്, സൈലോസും വരുന്നുണ്ട്. ഹെക്സോസിലാണെങ്കിൽ ആരൊക്കെയാണ് മോണോസാക്രൈഡ്? ഫ്രക്ടോസ്, ഗാലക്ടോസ്, ഗ്ലൂക്കോസ്, മാനോസ്. എന്താണ് മോണോസാക്രൈഡ്? ഇവർ ഹൈഡ്രോളൈസ് ചെയ്ത് ഇനിയും സിംപ്ലസ്റ്റ് ഫോം ആക്കാൻ കഴിയൂല. ഇനി ഡിയോക്സി ഷുഗറിനകത്ത് ആരൊക്കെയുണ്ട്? അബിക്യൂസ് ഉണ്ട്, ഫ്യൂക്കോസ് ഉണ്ട്. അമിനോ ഷുഗറിനകത്ത് ഗ്ലൂക്കോസമൈൻ ഉണ്ട്, ഗാലക്ടോസമൈൻ ഉണ്ട്, എൻ അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ ഉണ്ട്, എൻ അസറ്റൈൽ ഗാലക്ടോസമൈൻ ഉണ്ട്, എൻ അസറ്റൈൽ ന്യൂറാമിനിക് ആസിഡ് ഉണ്ട്, എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡ് ഉണ്ട്. ഇനി ഷുഗർ ആസിഡ്സിനകത്ത് ആരൊക്കെയുണ്ട്? ഗ്ലൂക്യൂറോണിക് ആസിഡ് ഉണ്ട്, ഹൈഡ്രോണിക് ആസിഡും ഉണ്ട്. നമുക്ക് കുറച്ച് ഷുഗർ ഡെറിവേറ്റീവ്സ് നോക്കാം. ഷുഗർ ഫോസ്ഫേറ്റ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുഗർ ഫോസ്ഫേറ്റ് ഉണ്ട്. ജസ്റ്റ് പേര് അറിഞ്ഞിരിക്കുക. ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്, ഡി ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്, ആൽഫ ഡി റൈബോസ് 5 ഫോസ്ഫേറ്റ്, ആൽഫ ഡി ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്, ആൽഫ ഡി ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ്. അപ്പോൾ ഏതൊക്കെയാണ്? ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണുന്നുണ്ടല്ലേ? PO3 2- അവിടെ കൊടുത്തിട്ടുണ്ട്. ഡി ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്, ആൽഫ ഡി റൈബോസ് 5 ഫോസ്ഫേറ്റ്, ആൽഫ ഡി ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്, ആൽഫ ഡി ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ്. അടുത്ത ഡിയോക്സി ഷുഗർ. ഇവിടെ എന്താണ്? ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ഹൈഡ്രോക്സി ഗ്രൂപ്പാണ് കയറുന്നത്. ഓക്കെ, ഇൻ ഡിയോക്സി ഷുഗേഴ്സ് ആൻഡ് ഹൈഡ്രജൻ റീപ്ലേസസ് ആൻഡ് OH. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ബീറ്റ ഡി ഡിയോക്സി ഡി റൈബോസ്, 6 ഡിയോക്സി എൽ ഗാലക്ടോസ് അല്ലെങ്കിൽ ആൽഫ എൽ ഫ്യൂക്കോസ്. അമിനോ ഷുഗേഴ്സ്. ആൻ അമിനോ ഗ്രൂപ്പ് റീപ്ലേസസ് എ മോണോസാക്രൈഡ് OH. അപ്പോൾ എന്താണ്? OHന് റീപ്ലേസ് ചെയ്യുന്നതാണ് എന്ത്? അമിനോ ഷുഗേഴ്സ് ഫോം ചെയ്യുന്നത്. അമിനോ ഗ്രൂപ്പ് ഈസ് സംടൈംസ് അസറ്റൈൽഡ്. ഓക്കെ,
അമിനോ ഷുഗേഴ്സ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് ഒക്കേഴ്സ് കോമൺ ഇൻ ഗ്ലൈക്കോ കോൺജുഗേറ്റ്സ്. നമുക്ക് പിന്നീട് നോക്കാം ഗ്ലൈക്കോ കോൺജുഗേറ്റ്സ് നേരത്തെ നമ്മൾ പറഞ്ഞാണല്ലേ. അപ്പോൾ എന്താണ് ആൽഫ ഡി ഗ്ലൂക്കോസമൈന് എന്തായിട്ട് മാറുന്നുണ്ട് എൻ അസറ്റൈൽ ആൽഫ ഡി ഗാലക്ടോസമൈൻ ആവുന്നുണ്ട് അസറ്റൈലൈസേഷൻ ചെയ്തിട്ട്. പിന്നെ എന്ത് ഫോം ചെയ്യും എൻ അസറ്റൈൽ ആൽഫ ഡി ന്യൂറാമിനിക് ആസിഡ് ഈസ് ഫോംഡ്. ഷുഗർ ആൽക്കഹോൾസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് റിഡക്ഷൻ വഴിയാണ് എന്ത് ഷുഗർ ആൽക്കഹോൾസ് ഫോം ചെയ്യുന്നത്. ദേ ആർ ഓൾസോ നോൺ ആസ് പോളിഹൈഡ്രോക്സി ആൽക്കഹോൾസ്. ഇൻ ഷുഗർ ആൽക്കഹോൾ കാർബണൈൽ ഓക്സിജൻ ഈസ് റെഡ്യൂസ്ഡ്. എന്താണ് കാർബണൈൽ ഓക്സിജൻ സി ഡബിൾ ബോണ്ട് ഒ. ഓക്കെ, എന്തൊക്കെയാണ് എക്സാമ്പിൾസ് ഏതൊക്കെയാണ് ഗ്ലിസറോൾ ഉണ്ട്, മയോ ഇനോസിറ്റോൾ ഉണ്ട്, ഡി റിബിറ്റോളും എന്തിൻ്റെ എക്സാമ്പിളാണ് ഷുഗർ ആൽക്കഹോളിന് എക്സാമ്പിൾസ് ആണ്. ഷുഗർ ആസിഡ്സ് ഒക്കെ എന്താണ് കാർബോസിലിക് ആസിഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് എന്താണ് എൽ അസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ വിറ്റാമിൻ സി എങ്ങനെ നമുക്ക് ഡി ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഡി ഗ്ലൂക്കറോണേറ്റിൽ നിന്ന് എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് നോക്കാം ഫിഷർ പ്രൊജക്ഷൻ ഓഫ് ഡി ഗ്ലൂക്കോസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് സി എച്ച് ഡബിൾ ബോണ്ട് ഒ, സി എച്ച് ഒ എച്ച്, സി ഒ എച്ച് എച്ച്, സി എച്ച് ഒ എച്ച്, സി എച്ച് ഒ എച്ച്, സി എച്ച് ടു ഒ എച്ച്. ഓക്കെ, ഇതെന്തായിട്ട് മാറുന്നുണ്ട് ഡി ഗ്ലൂക്കറോണേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ചേഞ്ച് വന്നിരിക്കുന്നത് ആറാമത്തെ കാർബണിൽ സി എച്ച് ടു ഒ എച്ച് എങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട് സി ഒ ഒ മൈനസ് ആയിട്ടുണ്ടല്ലേ. അപ്പോൾ എന്താണിത് ശരിക്കും എന്താണ് കാർബോസിലിക് ആസിഡ് ആണല്ലേ സി ഒ എച്ച് ആണല്ലേ. സി ഒ ഒ മൈനസ് ആണ് എന്ത് ഫോം ചെയ്തിരിക്കുന്നത് ഡി ഗ്ലൂക്കറോണേറ്റ് ഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ എന്ത് ഫോം ചെയ്യും അതിൻ്റെ ബീറ്റ പൈറനോസ് ആനോമർ ഫോം ചെയ്യും. പിന്നെ ഇറ്റ്സ് കൺവേർട്ടഡ് ടു എൽ അസ്കോർബിക് ആസിഡ് ഓൾസോ നോൺ ആസ് വിറ്റാമിൻ സി. ഡൈസാക്രൈഡ്സ് ആൻഡ് അതർ ഗ്ലൈക്കോസൈഡ്സ്. എന്താണ് ഡൈസാക്രൈഡ് എന്ന് നോക്കാം. ഡൈസാക്രൈഡിനെ നമ്മൾ ഡബിൾ ഷുഗർ എന്നും വിളിക്കും. ഓക്കെ, രണ്ട് മോണോസാക്രൈഡ് ഗ്ലൈക്കോസിലിക് ലിങ്കേജ് വെച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യുന്നത് ഡൈസാക്രൈഡ് ഫോം ചെയ്യുന്നത്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്സ് വെച്ച് നോക്കുമ്പോൾ നേച്ചറിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഡൈസാക്രൈഡ്സ് ആണ്. ദേ ആർ സിമ്പിൾ ഷുഗർ സോളിബിൾ ഇൻ വാട്ടർ. അവരെന്ത് നേച്ചറാണ് ക്രിസ്റ്റലൈൻ നേച്ചറാണ്. ഈ ഗ്ലൈക്കോസിഡിക് ബോൺഡ്സ് നമുക്ക് ക്ലീവേജ് ചെയ്യാൻ പറ്റും. ഏത് എൻസൈം ഉപയോഗിച്ചാണ് ഗ്ലൈക്കോസിഡേസ് യൂസ് ചെയ്ത് നമുക്ക് ഈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. ഈ ലിങ്കേജിൻ്റെ ബേസിസിൽ നമുക്ക് ഡൈസാക്രൈഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം റെഡ്യൂസിങ് ഷുഗർ എന്നും നോൺ റെഡ്യൂസിങ് ഷുഗർ എന്നും. റെഡ്യൂസിങ് ഷുഗേഴ്സിന് എക്സാമ്പിളാണ് ലാക്ടോസ്, മാൾട്ടോസ്, സെലോബിയോസ്, ഐസോമാൾട്ടോസ്, മെലിബയോസ്, ജെൻറ്റിഡോബയോസ് എന്നൊക്കെ പറയുന്നത്. നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സിന് എക്സാമ്പിളാണ് സൂക്രോസും ട്രീഹാലോസും. ഇനി എന്താണ് റെഡ്യൂസിങ് ഷുഗർ എന്ന് നോക്കാം. അവരിൽ എന്തുണ്ട് ഫ്രീ ആയിട്ട് ആൽഡിഹൈഡും കീറ്റോൺ ഗ്രൂപ്പും പ്രസൻ്റ് ആണ്. ദേ ആർ ഇൻ ഹെമി അസറ്റൈൽ അല്ലെങ്കിൽ ഹെമി കീറ്റൈൽ ഫോം. ദേ എക്സിബിറ്റ് മ്യൂട്ട റൊട്ടേഷൻ. പിന്നെ രണ്ട് പ്രോപ്പർട്ടിയും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ദേ ഫോം ഓസാസോൺ വിത്ത് ഫീനൈൽ ഹൈഡ്രസീൻ ആൻഡ് ദേ ഫോം ഓക്സീംസ് വിത്ത് ഹൈഡ്രോക്സൈൽ അമൈൻ. ഇനി നോൺ റെഡ്യൂസിങ് ഷുഗർ എന്താണെന്ന് നോക്കാം. ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പ് ഫ്രീ ആയിട്ട് കാണൂല. ദേ ആർ ഇൻ അസറ്റൈൽ അല്ലെങ്കിൽ കീറ്റൈൽ ഫോം. ദേ ഡു നോട്ട് എക്സിബിറ്റ് മ്യൂട്ട റൊട്ടേഷൻ. ദേ ഡു നോട്ട് ഫോം ഓസോസോൺ ആൻഡ് ഓക്സിംസ്. എല്ലാ മോണോസാക്രൈഡും എന്താണ് റെഡ്യൂസിങ് ഷുഗേഴ്സ് ആണ്. ഡൈസാക്രൈഡ് ലൈക്ക് മാൾട്ടോസ് ആൻഡ് ലാക്ടോസ് ആർ റെഡ്യൂസിങ് വൈൽ സൂക്രോസ് ഈസ് നോൺ റെഡ്യൂസിങ് ഷുഗർ. എന്താണ് ഗ്ലൈക്കോസിലിക് ലിങ്കേജ്? ഡ്യൂറിങ് ദി ഫോർമേഷൻ ഓഫ് എ ഡൈസാക്രൈഡ് അല്ലെങ്കിൽ ഒരു പോളിസാക്രൈഡ് എന്താണ് മോണോസാക്രൈഡ്സ് ആർ ജോയിൻഡ് ടുഗദർ ത്രൂ ഓക്സൈഡ് ലിങ്കേജ്. എന്ത് ലൂസ് ചെയ്തിട്ട് ബൈ ലൂസിങ് H2O അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾ ലൂസ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നുണ്ട് ഡൈസാക്രൈഡ് ഫോം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പോളിസാക്രൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ലിങ്കേജിനെ എന്ത് വിളിക്കാം ഗ്ലൈക്കോസിലിക് ലിങ്കേജ് എന്ന് വിളിക്കാം. അതായത് COC. Okay, such a linkage between monosaccharide units through oxygen atom is called glycosidic linkage. മാൾട്ടോസ് എന്താണ്
മാൾട്ടോസ് ഒരു റെഡ്യൂസിങ് ഷുഗറാണ്. അത് ആരൊക്കെയാണ് മോണോസാക്കറൈഡ് ആരൊക്കെയാണ്? 2 യൂണിറ്റ് ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ് വരുന്നുണ്ട്. ഓക്കെ, ഇത് ഗ്ലൈക്കോസിലേക്ക് ലിങ്കേജ് ഏതാണ്? C1 കാർബൺ 1 ഓഫ് 1 ആൽഫ ഗ്ലൂക്കോസ് ആൻഡ് കാർബൺ 4 ഓഫ് അനദർ ആൽഫ ഗ്ലൂക്കോസ് ആർ ലിങ്ക്ഡ്. അപ്പോൾ എന്ത് ബോണ്ടാണ്? C1 C4 ആണ് എന്ത് ഗ്ലൈക്കോസിലേക്ക് ലിങ്കേജ് വരുന്നത്? ആർക്ക്? മാൾട്ടോസിൽ വരുന്നത്. ഓക്കെ, മാൾട്ടോസ് എന്താണ്? ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. ഓക്കെ, സെലുബോസ് എന്താണ്? 2 യൂണിറ്റ് ഓഫ് ഗ്ലൂക്കോസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷെ ഇതെന്തായിരിക്കും? ബീറ്റ ഡി ഗ്ലൂക്കോസ് ആയിരിക്കും. മാൾട്ടോസിലാണെങ്കിൽ 2 യൂണിറ്റ്സ് ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ്. സെലൂബയോസിലാണെങ്കിൽ 2 യൂണിറ്റ്സ് ഓഫ് ബീറ്റ ഡി ഗ്ലൂക്കോസ് ആണ്. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് 2 പേർക്കും C1 C4 ആണ് വരുന്നത്. ആ പിക്ചറിൽ നോക്കിയാൽ കാണാൻ പറ്റുമോ അല്ലേ? ആൽഫ കാണിച്ചിട്ടുണ്ട്, C1ഉം C4ഉമാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് മാൾട്ടോസിൽ. ഇനി ഇപ്പുറത്ത് ബീറ്റ കാണിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ്? C1ഉം C4ഉമാണ് വന്നിരിക്കുന്നത്. ഐസോമാൾട്ടോസ് ഉണ്ട്. ഐസോമാൾട്ടോസിനകത്തും ആൽഫ ഡി ഗ്ലൂക്കോസും 2 യൂണിറ്റ്സ് ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസാണ് വരുന്നത്. പക്ഷെ എന്താണ്? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വരുന്നത് 1ലും 6ലുമാണ്. കാർബൺ 1ലും കാർബൺ 6ലുമാണ്. ഇനി ട്രീ ഹാലോസുമുണ്ട്. അതും എന്താണ്? 2 യൂണിറ്റ്സ് ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ്. പക്ഷെ വ്യത്യാസം എന്താണ്? കാർബൺ 1ലും കാർബൺ 1ലുമാണ് എന്ത് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഇതെന്താണ്? ഒരു നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. അപ്പോൾ എന്താണ്? C1 ആണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വന്നിരിക്കുന്നത്. അപ്പോൾ മാൾട്ടോസ് ആണെങ്കിൽ ആൽഫ ഡി ഗ്ലൂക്കോസും ലിങ്കേജ് വരുന്നത് C1 C4 ആണ്. ഇതൊരു റെഡ്യൂസിങ് ഷുഗർ ആണ്. ഐസോമാൾട്ടോസ് ആണെങ്കിലും ആൽഫ ഡി ഗ്ലൂക്കോസുമാണ്. പക്ഷെ എന്താണ്? C1 C6 ലിങ്കേജ് ആണ്. അത് റെഡ്യൂസിങ് ഷുഗർ ആണ്. സെലോബിയോസ് ആണെങ്കിൽ എന്ത് വരും? ബീറ്റ ആണ് വരുന്നത്. അതെന്താണ്? C1 C4 ലിങ്കേജ് ആണ് വരുന്നത്. ഇതും എന്താണ്? ഒരു റെഡ്യൂസിങ് ഷുഗർ ആണ്. ആളാണ് ലാക്ടോസ്. ഓക്കെ, ലാക്ടോസിനകത്ത് ആരൊക്കെ വരും? ലാക്ടോസ് റെഡ്യൂസിങ് ഷുഗറാണ്. ആരൊക്കെയാണ് വരുന്നത്? 1 യൂണിറ്റ് ഓഫ് ഈച്ച് ഓഫ് ബീറ്റ ഡി ഗാലക്ടോസും ബീറ്റ ഡി ഗ്ലൂക്കോസുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വരുന്നത് C1 ഓഫ് ഗാലക്ടോസും C4 ഓഫ് ഗ്ലൂക്കോസുമാണ്. തിരിച്ചാണെങ്കിൽ തെറ്റിപ്പോകും. അപ്പോൾ എന്താണ് വരുന്നത്? ആദ്യം വരുന്നത് ഗാലക്ടോസ് ആണ്. കാർബൺ 1 ഓഫ് ഗാലക്ടോസ് ആൻഡ് കാർബൺ 4 ഓഫ് ഗ്ലൂക്കോസ് ആണ് എവിടെ വരുന്നത്? ലാക്ടോസിൽ വരുന്നത്. ലാക്ടോസ് ഇസ് നോൺ ആസ് മിൽക്ക് ഷുഗർ. ഓക്കെ, ഇനി അടുത്ത വരുന്നത് എന്താണ്? സൂക്രോസ് എന്താണ്? ഒരു നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. ഏതൊക്കെയാണ് വരുന്നത്? 1 യൂണിറ്റ് ഓഫ് ഈച്ച് ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോസ്. ആരൊക്കെയാണ്? C1 ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസും വേറെ ഏതാണ്? C2 ഓഫ് ബീറ്റ ഫ്രക്ടോസുമാണ് എന്തിൽ വരുന്നത്? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വരുന്നത്. അപ്പോൾ എന്താണ്? C1 C2 ആണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഇൻ സൂക്രോസ്. ലാക്ടോസിലാണെങ്കിൽ C1 C4 ആണ്. ആദ്യത്തെ ആൾ ഗാലക്ടോസും രണ്ടാമത്തെ ആൾ ഗ്ലൂക്കോസുമാണ്. മാൾട്ടോസിനെ 2 യൂണിറ്റ് ഓഫ് ഗ്ലൂക്കോസ് ആക്കുന്ന എൻസൈം മാൾട്ടേസ് ആണ്. അതുപോലെ തന്നെ ലാക്ടോസിനെ ഗാലക്ടോസും ഗ്ലൂക്കോസും ആക്കുന്ന എൻസൈം ലാക്ടേസ് ആണ്. സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കുന്ന എൻസൈം സൂക്രേസ് ആണ്. ഇവരൊക്കെ എന്താണ്? ഇവരൊക്കെ മോണോസാക്രൈഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. ഡൈസാക്രൈഡ്സ് എന്താവുന്നുണ്ട്? മോണോസാക്രൈഡ് ആയിട്ട് മാറുന്നുണ്ട്. ഇനി മോണോസാക്രൈഡിനകത്ത് വാട്ടർ റെഡ്യൂസ് ചെയ്തിട്ട് വാട്ടറിനെ ലൂസ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഡൈസാക്രൈഡ് ഫോം ചെയ്യുന്നുണ്ട് യൂസിങ് ദ ലിങ്കേജ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൽ വരുന്ന ലിങ്കേജിൻ്റെ പേരെന്താണ്? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പോളിസാക്രൈഡ്സിനെ കുറിച്ചാണ്. 2 ടൈപ്പ് ഓഫ് പോളിസാക്രൈഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഹോമോ പോളിസാക്രൈഡ്സും ഉണ്ട്, ഹെറ്ററോ പോളിസാക്രൈഡ്സും ഉണ്ട്. ഹോമോ പോളിസാക്രൈഡ്സിനെ നമ്മൾ ഹോമോഗ്ലൈക്കൻസ് എന്നും ഹെറ്ററോ പോളിസാക്രൈഡ്സിനെ നമ്മൾ ഹെറ്ററോഗ്ലൈക്കൻസ് എന്നും വിളിക്കും. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഹോമോ പോളിസാക്രൈഡിനകത്ത് ഒരു ടൈപ്പ് ഓഫ് മോണോസാക്രൈഡ് മാത്രമേ കാണൂ. പക്ഷേ ഹെറ്ററോ പോളിസാക്രൈഡിനകത്ത് മോർ ദാൻ 1 ടൈപ്പ് ഓഫ് മോണോസാക്രൈഡ് പ്രസൻ്റ് ആണ്. ഓക്കെ, ലെങ്ത് ആൻഡ് കമ്പോസിഷൻസ് ഓഫ് എ പോളിസാക്രൈഡ് മേ വേരി വിത്തിൻ എ പോപ്പുലേഷൻ ഓഫ് ദീസ് മോളിക്യൂൾസ്. ഇനി ഹോമോ പോളിസാക്രൈഡിന് എക്സാമ്പിൾ ഏതൊക്കെ പറയാം? സ്റ്റാർച്ച് പറയാം, ഗ്ലൈക്കോജൻ പറയാം, സെലുലോസ് പറയാം, കൈറ്റിൻ പറയാം, ഇനുലിൻ പറയാം, ഡെക്സ്ട്രാറ്റൻ പറയാം. ഇതൊക്കെയാണ് എന്തിന് എക്സാമ്പിൾ? ഹോമോഗ്ലൈക്കന്
അല്ലെങ്കിൽ ഹോമോ പോളിസാക്കറൈഡിന് എക്സാമ്പിൾ. ഇനി ഹെറ്ററോ പോളിസാക്കറൈഡിന് എക്സാമ്പിൾ എന്തൊക്കെ പറയാം? ഹയാലുറോണിക് ആസിഡ് പറയാം, കോൺട്രാത്തിൻ 4 സൾഫേറ്റ് പറയാം, കോൺട്രാത്തിയോൺ 6 സൾഫേറ്റ് പറയാം, ഡെർമാറ്റൻ സൾഫേറ്റ് പറയാം, കെരാറ്റോ സൾഫേറ്റ് പറയാം. ഹെപ്പാരിനൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഹെറ്ററോ പോളിസാക്കറൈഡ് അല്ലെങ്കിൽ ഹെറ്ററോഗ്ലൈക്കൻസിന് എക്സാമ്പിളാണ്. നമുക്ക് പോളിസാക്കറൈഡ്സും അതിൻ്റെ ലിങ്കേജും നോക്കാം. ഡിസ്ക്രിപ്ഷനൊക്കെ നെക്സ്റ്റ് സ്ലൈഡിൽ വരുന്നുണ്ട്. സ്റ്റോറേജ് ഹോമോ ഗ്ലൈക്കൻസ് അല്ലെങ്കിൽ സ്റ്റോറേജ് ഹോമോ പോളിസാക്കറൈഡായിട്ട് ആരൊക്കെ ഉണ്ട്? സ്റ്റാർച്ച് ഉണ്ട്, ഗ്ലൈക്കഗൺ ഉണ്ട്, ഇനുലിൻ ഉണ്ട്, ഡെക്സ്ട്രാറ്റൻ ഉണ്ട്. ഇനി ഇവരുടെ ലിങ്കേജ് നോക്കാം. സ്റ്റാർച്ചിനകത്ത് 2 പേര് വരുന്നുണ്ട്, അമൈലോസും വരുന്നുണ്ട്, അമൈലോ പെക്റ്റിനും വരുന്നുണ്ട്. അമൈലോസിനകത്താണെങ്കിൽ ആൽഫ 1,4 ലിങ്കേജ് ആണ്, അമൈലോ പെക്റ്റിനകത്ത് വരുന്നത് ആൽഫ 1,4 ലിങ്കേജും വരുന്നുണ്ട്, ആൽഫ 1,6 ബ്രാഞ്ചും വരുന്നുണ്ട്. ഇനി ഗ്ലൈക്കോജനകത്ത് ആരൊക്കെ ഉണ്ട്? ആൽഫ 1,4 ലിങ്കേജും ഉണ്ട്, ആൽഫ 1,6 ബ്രാഞ്ചും വരുന്നുണ്ട്. ഓക്കെ, രണ്ടും എന്താണ്? ആൽഫ ഡി ഗ്ലൂക്കോസാണ് വരുന്നത്. അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മോണോസാക്കറൈഡ് ആരൊക്കെയാണ്? ആൽഫ ഡി ഗ്ലൂക്കോസാണ്. ഇനി ഇനുലിൻ ആണെങ്കിൽ ഏതാണ് ലിങ്കേജ്? ബീറ്റ 1,2 ആണ് എന്ത്? ഇനുലിൻ്റെ ലിങ്കേജ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മോണോസാക്കറൈഡ് ആരായിരിക്കും? ബീറ്റ ഡി ഫ്രക്ടോസ് ആണ് എന്ത്? ഇനുലിൻ്റെ സാക്കറൈഡ് വരുന്നത്, മോണോസാക്കറൈഡ് വരുന്നത്. ഓക്കെ, ഇനി ഡെക്സ്ട്രൻ ആണെങ്കിൽ ആരൊക്കെ വരും? ആൽഫ 1,6 വരും, ആൽഫ 1,3 വരും, ആൽഫ 1,4 വരും. എല്ലാം ആരാണ്? ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർച്ചിനകത്തും ഗ്ലൈക്കോജനകത്തും ഡെക്സ്ട്രാറ്റനകത്തും ഒക്കെ ആരാണ് വരുന്നത്? ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ്. ഇനുലിൻ മാത്രമേ ആര് വരുന്നുള്ളൂ? ബീറ്റ ഡി ഫ്രക്ടോസ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് നോക്കിയത്? സ്റ്റോറേജ് ഹോമോ പോളിസാക്കറൈഡാണ് നോക്കിയത്. ഇനി വരുന്ന എന്താണ്? സ്ട്രക്ചറൽ ഹോമോ ഗ്ലൈക്കൻസ് അല്ലെങ്കിൽ ഹോമോ പോളിസാക്കറൈഡ്. ആരൊക്കെയാണ്? സെല്ലുലോസ് വരുന്നുണ്ട്. സെല്ലുലോസിനകത്ത് വരുന്നത് ബീറ്റ 1,4 ലിങ്കേജ് ആണ്, ബീറ്റ ഡി ഗ്ലൂക്കോസ് ആണ് സെല്ലുലോസിനകത്ത് വരുന്നത്. ഇനി വരുന്നത് കൈറ്റിനുണ്ട്. കൈറ്റിൻ എന്താണ്? ബീറ്റ 1,4 ലിങ്കേജ് ആണ്. ഇതിൻ്റെ മോണോസാക്കറൈഡ് ആരാണ്? എൻ അസറ്റൈൽ ഗ്ലൂക്കോസമൈനാണ് എവിടെ വരുന്നത്? കൈറ്റിനകത്തുള്ള മോണോസാക്കറൈഡ് വരുന്ന ആരാണ്? എൻ അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ. ഇനി എന്താണ്? ഇനി പെക്റ്റിൻ കൂടെ ഉണ്ട്. പെക്റ്റിൻ്റെ ലിങ്കേജ് എന്താണ്? ആൽഫ 1,4 ആണ്. പെക്റ്റിൻ്റെ മോണോസാക്കറൈഡ് വരുന്നത് ആൽഫ ഡി ഗാലക്ട്രോണിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പോൾ സെല്ലുലോസ് ആണെങ്കിൽ ബീറ്റ ഡി ഗ്ലൂക്കോസ് ആണ്, 1,4 ലിങ്കേജ് വരുന്നുണ്ട്. പെക്റ്റിൻ ആണെങ്കിൽ ആൽഫ ഡി ഗാലക്ട്രോണിക് ആസിഡ് ആണ്, ആൽഫ 1,4 ലിങ്കേജ് വരുന്നുണ്ട്. കൈറ്റിൻ ആണെങ്കിൽ മോണോസാക്കറൈഡ് എൻ അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ ആണ്. എന്താണ് ലിങ്കേജ്? ബീറ്റ 1,4 ലിങ്കേജ് ആണ് വരുന്നത്. ഇനി ഹെറ്ററോ ഗ്ലൈക്കൻസിലാണെങ്കിൽ ആരൊക്കെ വരും? ഗ്ലൈക്കോസമൈനോ ഗ്ലൈക്കനാസ് വേരിയസ് ലിങ്കേജ് ഫോം ചെയ്യുന്നുണ്ട്. ഹൈലൂറോണിക് ആസിഡിലാണെങ്കിൽ ബീറ്റ 1,3 ലിങ്കേജും ബീറ്റ 1,4 ലിങ്കേജുമാണ് വരുന്നത്. അതിൻ്റെ കോൺസ്റ്റൻറ്റ് മോണോസാക്കറൈഡ് ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം. ഡി ഗ്ലൂക്കറോണിക് ആസിഡും എൻ അസറ്റൈൽ ഡി ഗ്ലൂക്കോസമൈനുമാണ് വരുന്നത്. അപ്പോൾ ആരൊക്കെയാണ്? ഡി ഗ്ലൂക്കറോണിക് ആസിഡും എൻ അസറ്റൈൽ ഡി ഗ്ലൂക്കോസമൈനുമാണ് വരുന്നത്. ഓക്കെ, പൊതുവേ എല്ലാ ഹെറ്ററോ പോളിസാക്കറൈഡിനകത്തും അല്ലെങ്കിൽ ഹെറ്ററോ ഗ്ലൈക്കൻസിനകത്തും വരുന്ന ലിങ്കേജ് ബീറ്റ 1,3 ബീറ്റ 1,4 വരുന്നത്. ഹെപ്പാരിന് മാത്രമാണ് ആൽഫ 1,4 ലിങ്കേജ് വരുന്നത്. ജസ്റ്റ് നോർത്താൽ മതിയേ. സ്റ്റാർച്ച് എന്താണെന്ന് നോക്കാം. സ്റ്റാർച്ച് ഈസ് ദ സ്റ്റോറേജ് ഹോമോ പോളിസാക്കറൈഡ് ആണ്. എന്ത്? സ്റ്റാർച്ച് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോറേജ് ഹോമോ പോളിസാക്കറൈഡ് ആണ്. ഇറ്റ് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ക്ലോറോപ്ലാസ്റ്റ് ഓഫ് പ്ലാന്റ് സെൽ. ഓക്കെ, പിന്നെ എവിടെയൊക്കെ കാണാം സ്റ്റാർച്ച്? പൊട്ടറ്റോസിനകത്തുണ്ട്, ടാപ്പിയോക്കയിലുണ്ട്, സെറിയൽസിലുണ്ട്, ലെഗ്യൂംസിലൊക്കെ എന്ത് കാണാം? സ്റ്റാർച്ച് കാണാം. സ്റ്റാർച്ച് ഈസ് കമ്പോസ്ഡ് ഓഫ് എന്തൊക്കെയാണ്? അമൈലോസും ഉണ്ട്, അമിലോപെക്റ്റിനും പ്രസൻ്റ് ആണ്. ഡി ഗ്ലൂക്കോസ് ഈസ് സ്റ്റോർഡ് ഇൻട്രാസെല്ലുലർലി ഇൻ പോളിമറിക് ഫോംസ്. Plants and fungi store glucose as starch. Starch is a mixture of amylose unbranched ആണ്. ഒരു ലീനിയർ പോളിമറാണ് എന്ത് ഫോം ചെയ്യുന്നത്? അമൈലോസ് ഫോം ചെയ്യുന്നത്. പിന്നെ അമൈലോപെക്റ്റിൻ എന്ന് പറയുന്നത് ബ്രാഞ്ച്ഡ് ആയിരിക്കും. എവറി 25 ഷുഗേഴ്സാണ് എവിടെ കാണുന്നത്? അമൈലോപെക്റ്റിനിൽ ഫോം ചെയ്യുന്നത്.
അപ്പോൾ അമിലോസ് എന്ന് പറയുന്ന ലീനിയർ പോളിമറും അമൈലോപെക്റ്റിൻ എന്ന് പറയുന്നത് ബ്രാഞ്ച്ഡ് പോളിമറുമാണ്. എവിടെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്? സ്റ്റാർച്ചിലാണുള്ളത്. സ്റ്റാർച്ച് ട്രീറ്റഡ് വിത്ത് ബോയിലിംഗ് വാട്ടർ 10 to 20% ഈസ് സൊലിബിളൈസ്ഡ്. ഈ പാർട്ടിനെ എന്ത് വിളിക്കും? അമൈലോസ് എന്ന് വിളിക്കും. അമൈലോസ് മേഡപ്പ് ഓഫ് ഗ്ലൂക്കോസ് യൂണിറ്റ്. ഇൻസോളിബിൾ പാർട്ട് absorb water and form a gel-like structure called amylopectin. Amylopectin is also made up of glucose unit. അമൈലോസിൽ വരുന്ന ലിങ്കേജ് എന്ന് പറയുന്നത് ആൽഫ 1,4 ആണ് വരുന്നത്. ഇനി അമൈലോപെക്റ്റിനകത്താണെങ്കിൽ ആൽഫ 1,4 ഉണ്ട്, ബ്രാഞ്ചസിലാണെങ്കിൽ ആൽഫ 1,6 പ്രസൻ്റ് ആണ്. ഈ സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഒരു വൈറ്റ് സോഫ്റ്റ് അമോർഫസ് പൗഡറാണ്. ഇതെന്താണ്? നോട്ട് സ്വീറ്റർ ഇൻ ടേസ്റ്റ്, വലിയ സ്വീറ്റ് അല്ല. ഇറ്റ് ഈസ് ഇൻസോളബിൾ ഇൻ വാട്ടർ ആൻഡ് നോൺ റെഡ്യൂസിങ് ഷുഗർ. എന്ത് കാണാൻ പറ്റും? അമൈലോസിൻ്റെ അമിലോപെക്റ്റിൻ്റെ ഒക്കെ എന്ത് കാണാം? ഹെലിക്കൽ സ്ട്രക്ചർ ഫോം കാണാം അല്ലേ? ഇങ്ങനെയാണ് എന്ത് സ്റ്റാർച്ച് പ്ലാന്റ്സിലൊക്കെ സ്റ്റോർ ചെയ്ത് കാണുന്നത്. എന്തുണ്ട്? നോൺ റെഡ്യൂസിങ് എൻസും ഉണ്ട്, റെഡ്യൂസിങ് എൻസും ഉണ്ട്. ആ ബ്ലൂവിൽ പോകുന്നതാണ് എന്ത്? അമൈലോസും. ആ പിങ്കാണ് എന്ത്? അമൈലോപെക്റ്റിൻ. ഓക്കെ. അമൈലോസ് ലിങ്കേജ് ഏതാണ്? C1 C4 ലിങ്കേജ് ആണ്. അമൈലോപെക്റ്റിനകത്താണെങ്കിൽ ആൽഫ C1 C4 ആണ്, ബ്രാഞ്ചസിൽ C1 C6 ആണ് ഫോം ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഫിഗർ കാണിച്ചതാണ്. സ്റ്റാർച്ച് എങ്ങനെയാണ് ഗ്രാനുൾസ് ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ. സ്റ്റാർച്ച് ഈസ് സ്റ്റോർഡ് ബൈ പ്ലാന്റ്സ് ആൻഡ് ഇസ് യൂസ്ഡ് ആസ് ഫ്യുവൽ. സ്റ്റാർച്ച് ഗ്രാനുൾസ് കാണാമല്ലോ അല്ലേ ഫോട്ടോയിൽ. അടുത്ത് നോക്കാനുള്ളത് ഗ്ലൈക്കോജൻ ആണ്. ഗ്ലൈക്കോജൻ എന്തിൻ്റെ എക്സാമ്പിളാണ്? ബ്രാഞ്ച്ഡ് ചെയിൻ പോളിസാക്കറൈഡിന് എക്സാമ്പിളാണ്. ഇൻ ആനിമൽസ് എക്സസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്? ഗ്ലൈക്കോജൻ ആയിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്ലൈക്കോജൻ ഈസ് ദ മെയിൻ സ്റ്റോറേജ് ഓഫ് പോളിസാക്കറൈഡ് ഓഫ് ഹ്യൂമൻസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ആനിമൽ സ്റ്റാർച്ച്. ഗ്ലൈക്കോജൻ ഈസ് സ്റ്റോർഡ് ഇൻ ലിവർ, മസിൽസ് ആൻഡ് ബ്രെയിൻ സെൽസ് അല്ലേ? ഗ്ലൈക്കോജൻ ഈസ് പ്രസൻറ്റ് ഇൻ large amounts in liver, skeletal muscles, brain cells, etc. It occurs as cytoplasmic granules. എങ്ങനെയാണ് കാണുന്നത്? സൈറ്റോപ്ലാസ്മിക് ഗ്രാനുൾസ് ആയിട്ടാണ് കാണുന്നത്. ഗ്ലൈക്കോജൻ ഈസ് കമ്പോസ്ഡ് ഓഫ് ഗ്ലൂക്കോസ് യൂണിറ്റ്സ്. ഗ്ലൈക്കോജൻ റിസംബിൾസ് ആരാണ് റിസംബിൾ ചെയ്യുന്നത്? അമിലോപെക്റ്റിനെയാണ്. ബട്ട് ഗ്ലൈക്കോജൻ ഈസ് മോർ ഹൈലി ബ്രാഞ്ച്ഡ്. ബ്രാഞ്ച് പോയിൻറ്റ്സ് occurs every 8 to 14 glucose residue. Glycogen is a polysaccharide of glucose residue connected by alpha 1,4 linkage with alpha 1,6 branches. One branch per 10 sugars. അതായത് in straight chain of glycogen joined by alpha 1,4 linkage and it branches points ഏതൊക്കെയാണ്? alpha 1,6 linkage ആണ്. ഈ ഗ്ലൈക്കോജൻ ഈസ് മെറ്റാബോളിക്കലി ഡീഗ്രേഡഡ് ബൈ ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ്. പക്ഷേ ഇതെന്താണ്? അമൈലോപെക്റ്റിനേക്കാളും വാട്ടർ സോളിബിളാണ്. ഒരു വൈറ്റ് പൗഡറായിട്ടാണ് എന്ത് കാണുന്നത്? ഗ്ലൈക്കോജൻ കാണുന്നത്. ഓക്കെ. ഗ്ലൈക്കോജൻ ഈസ് പ്രസിപ്പിറ്റേറ്റഡ് ഫ്രം അക്വസ് സൊല്യൂഷൻ ബൈ ആഡിങ് ഓഫ് ഈഥൈൽ ആൽക്കഹോൾ. ഇറ്റ് ഈസ് ഓൾസോ എ നോൺ റെഡ്യൂസിങ് ഷുഗർ. ഇതിൽ എന്ത് കാണാം? ഗ്ലൈക്കോജൻ ഗ്രാനുൾസിനെ കാണാമല്ലോ. ആ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് എന്ത്? ഗ്ലൈക്കോജൻ ഗ്രാനുൾസ്. ഗ്ലൈക്കോജൻ ഈസ് സ്റ്റോർഡ് ബൈ ആനിമൽസ് ആൻഡ് യൂസ്ഡ് ആസ് ഫ്യുവൽ. അടുത്ത് നമുക്ക് നോക്കാനുള്ളതാണ് സെല്ലുലോസ്. സെല്ലുലോസ് എന്താണ്? സ്ട്രക്ചറൽ ഹോമോ പോളിസാക്കറൈഡ് ആണ്. ഇതെവിടെ കാണാം? സെൽ വാൾ ഓഫ് പ്ലാന്റ്സിലാണ് എന്ത് പ്രസൻ്റ് ആയിരിക്കുന്നത്? സെല്ലുലോസ് കാണാൻ കഴിയുന്നത്. അതെന്താണ്? യൂസ് എന്താണ്? ഇറ്റ് കോൺട്രിബ്യൂട്ട് ദ സ്ട്രക്ചർ ഓഫ് ഓർഗാനിസം. ഇതെവിടെയാണ് കൂടുതൽ കാണുന്നത്? പ്ലാന്റ് കിങ്ഡത്തിൽ ഏറ്റവും അബണ്ടൻ്റായിട്ട് കാണുന്ന ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ് എന്ത്? സെല്ലുലോസ് എന്ന് പറയുന്നത്. ഓക്കെ. സെല്ലുലോസ് ആനിമൽസിൽ ആബ്സെൻ്റ് ആണ്. സെല്ലുലോസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബീറ്റാ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ്. ഏതാണ്? C1 C4 ഓഫ് ഏത് ലിങ്കേജ് ആണ്? ബീറ്റാ ഡി ഗ്ലൂക്കോസ് ലിങ്കേജ് ആണ് സെല്ലുലോസിൽ കാണുന്നത്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സ്ട്രെയിറ്റ് ലൈൻ സ്ട്രക്ചർ ആണ്. ബ്രാഞ്ചസ് ഒന്നും എവിടെ ഫോം ചെയ്യുന്നില്ല? സെല്ലുലോസിൽ കാണാനില്ല. സെല്ലുലോസ് cannot be digested by mammals. ഓക്കെ. എന്തുകൊണ്ടാണ്? നമുക്ക് സെല്ലുലോസിൻ്റെ ഹൈഡ്രോളിസിസ് ചെയ്യാൻ പറ്റും ബൈ ക്ലീവിങ് ഓഫ് ബീറ്റാ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ബട്ട് ലാക്ക് ഓഫ് ദി എൻസൈം സെലോബിയസ് നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും? ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റൂല. സെല്ലുലോസിന് മാമൽസിന്
ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റൂല. മനുഷ്യരിൽ ഒരു ന്യൂട്രീഷണൽ വാല്യൂം സെല്ലുലോസ് തരുന്നില്ല. ഓക്കെ, പിന്നെ എന്താണ് സെല്ലുലോസിന് യൂസ് എന്താണ്? ക്യാൻ അബ്സോർബ് വാട്ടർ ആൻഡ് ഇറ്റ് ക്യാൻ ആഡ്സ് ഇറ്റ് ടു ഫീക്കൽ മാറ്റർ. ഓക്കെ, മെയിനായിട്ട് എന്താണ് സെല്ലുലോസ് എന്ന് പറയുന്നത്? ഫൈബ്രസ് ഇൻ നേച്ചറാണ്. ഇതും എന്താണ്? നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. അപ്പോൾ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഏതാണ്? β14 ലിങ്കേജാണ് എവിടെ കാണുന്നത്? സെല്ലുലോസിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. നമുക്ക് എന്ത് കാണാം? ഇൻട്രാ ആൻഡ് ഇൻ്റർ ചെയിൻ ഹൈഡ്രജൻ ബോണ്ട്സ് എവിടെ കാണാം? സെല്ലുലോസിൽ കാണാം. യൂസ് എന്താണ്? ഇവർ സ്ട്രെങ്ത് തരുന്നുണ്ട്. കുറച്ച് ജനറൽ പ്രോപ്പർട്ടീസ് നോക്കാം. ഹ്യൂമൻസ് ക്യാൻ ഡൈജസ്റ്റ് സ്റ്റാർച്ച് ആൻഡ് ഗ്ലൈക്കോജൻ ഇൻജസ്റ്റഡ് ഇൻ ദെയർ ഡയറ്റ്. അതായത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എന്തൊക്കെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാം? സ്റ്റാർച്ചും ഗ്ലൈക്കോജനും ഡൈജസ്റ്റ് ചെയ്യാം. ഏത് എൻസൈം ഉപയോഗിച്ച്? അമിലൈസ് ഉപയോഗിച്ച്. ഓക്കെ, അപ്പോൾ എവിടെയാണ് സ്റ്റാർച്ചിൻ്റെയും ഗ്ലൈക്കോജൻ്റെയൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എവിടെയാണ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ മൗത്തിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റിയിൽ നിന്ന് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ മൗത്തിനകത്ത് ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച് മാത്രമേ ഉള്ളൂ. 30% ഓഫ് സ്റ്റാർച്ച് ഈസ് ഡൈജസ്റ്റഡ് ഇൻ മൗത്ത്. ഏത് എൻസൈം യൂസ് ചെയ്ത്? സലൈവറി അമിലേസ്. പിന്നെ സ്റ്റൊമക്കിൽ പോകുമ്പോൾ സ്റ്റാർച്ചിൻ്റെ ഡൈജഷൻ നടക്കുന്നില്ല. സ്റ്റൊമക്കിൽ ഏത് എൻസൈമാണുള്ളത്? പെപ്സിനാണ്. പെപ്സിൻ ഈ അമിലേസിൻ്റെ എൻസൈമായിട്ടുള്ള അമിലേസിൻ്റെ പ്രൊഡക്ഷനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുകയാണ്. ആരുടെ സഹായത്തോടെ? HClൻ്റെ സഹായത്തോടെ. ഓക്കെ, അപ്പോൾ എന്താണ്? സ്റ്റൊമക്കിൽ ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച് ഇല്ല. 30% ഓഫ് സ്റ്റാർച്ച് ഈസ് ഡൈജസ്റ്റഡ് ഇൻ മൗത്ത് യൂസിങ് എൻസൈം അമിലേസ്, സലൈവറി അമിലേസ്. അപ്പോൾ എന്താകുന്നു? സ്റ്റാർച്ച് മാൾട്ടോസായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഇൻ മൗത്ത്. അപ്പോൾ 30% മാത്രമേ വായിൽ വെച്ച് നടക്കുന്നുള്ളൂ. ബാക്കി എവിടെയാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്? ഇൻ ഇൻഡസ്റ്റൈൻ. ഇൻഡസ്റ്റൈനകത്ത് പാൻക്രിയാസിൽ നിന്ന് വരുന്ന എൻസൈമും ഇൻഡസ്റ്റൈനൽ എൻസൈമും, അതായത് സക്കസ് എൻട്രിക്കസ് എന്ന് പറയുന്ന ഇൻഡസ്റ്റൈനൽ എൻസൈമും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത്? ബാക്കി ഡൈജഷൻ ചെയ്യുന്നത്. ഓക്കെ, ഡിയോഡിനത്തിൽ വെച്ച് സ്മോൾ ഇൻഡസ്റ്റൈനിൽ വെച്ച് ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? എൻസൈം ഫോർ സ്റ്റാർച്ചിൻ്റെ പേരെന്താണ്? അമിലൈസ് ആണ്. ഓക്കെ, പാൻക്രിയാറ്റിക് അമിലൈസും ഉണ്ട്, ഇൻഡസ്റ്റൈനൽ അമിലൈസും ഉണ്ട്. മൗത്തിലുള്ള ഏതാണ്? സലൈവറി അമിലൈസ് ആണ്. ഹ്യൂമൻ ക്യാൻ ഹൈഡ്രോളൈസ് α14 ഗ്ലൈക്കോസിഡിക് ബോണ്ട്. പക്ഷേ സെല്ലുലോസിൽ അടങ്ങിയിരിക്കുന്ന β14 ലിങ്കേജിനെ ബ്രേക്ക് ചെയ്യാൻ ആർക്ക് പറ്റത്തില്ല? ഹ്യൂമൻസിന് പറ്റത്തില്ല. Therefore cellulose is not a fuel source for humans. It is a fiber. Certain microorganisms have cellulase enzyme that hydrolyze β14 linkage. Cattle have these organisms in their rumen. Okay, കാറ്റൽസിന് എന്തുണ്ട്? കാറ്റൽസ് പോലുള്ള ഓർഗാനിസംസിനകത്ത് എന്തുണ്ട്? എൻസൈമായിട്ടുള്ള സെല്ലുലേസ് ഉണ്ട് അവരുടെ റൂമനിൽ. ടെർമൈറ്റ്സ് ഹാവ് ദം ഇൻ ദെയർ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്. ഇത് നമുക്ക് കൈറ്റിൻ നോക്കാം. ആർത്രോപോഡ്സിൻ്റെ എക്സോസ്കെൽറ്റനാണ് എന്ത്? കൈറ്റിൻ എന്ന് പറയുന്നത്. ഇൻസെക്ട്സിൻ്റെ എക്സോസ്കെൽറ്റനാണ് എന്ത്? കൈറ്റിൻ. മനുഷ്യർക്ക് എക്സോസ്കെൽറ്റൻ ഉണ്ടോ? ഉണ്ട്. എവിടെ കാണാൻ പറ്റും? ഹെയറിലും നെയിൽസുമൊക്കെയാണ് എന്ത്? ഹ്യൂമൻ്റെ എക്സോസ്കെൽറ്റൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കാറ്റിൽസിലൊക്കെ ആണെങ്കിൽ ഏതൊക്കെയുണ്ട്? ഹെയർ ഉണ്ട്, നെയിൽസ് ഉണ്ട്, പിന്നെ എന്ത് വരും? ഹോൺ, കൊമ്പ് വരും, പിന്നെ ഹൂഫ്, കുളമ്പും വരാറുണ്ട്. ഓക്കെ, കൈറ്റിൻ എന്താണ്? ഒരു ഹോമോ പോളിസാക്രൈഡ് ആണ്. മോസ്റ്റ് അബണ്ടൻറ്റ് പോളിസാക്രൈഡ് ഓഫ് നേച്ചർ ആഫ്റ്റർ സെല്ലുലോസ്. സെല്ലുലോസ് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും കോമൺ ആയിട്ട് വരുന്നതാണ് ആര്? കൈറ്റിൻ എന്ന് പറയുന്ന പോളിസാക്രൈഡ്. എർത്ത് കൺസിഡർ ചെയ്യുന്നതാണെങ്കിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് അബണ്ടൻറ്റ് ബയോപോളിമർ ഓൺ എർത്ത്. എവിടെയൊക്കെ കാണാം? ഫൗണ്ട് ഇൻ സെൽ വാൾ ഓഫ് ഫംഗൈ ആൻഡ് ആർത്രോപോഡ്സ്. ഏതൊക്കെയാണ്? മെയിൻലി ക്രാബ്, ഇൻസെക്റ്റ്, എക്സെട്ര. Chitin is very closely related to cellulose. Made up of ഏതാണ് അവരുടെ മോണോസാക്രൈഡ് ഏതാണ്? made up of linear polymer of N-acetyl D-glucosamine. ഏതാണ്? N-acetyl D-glucosamine ആണ് എന്ത്? കൈറ്റിൻ്റെ മോണോസാക്രൈഡ്. ഹൈഡ്രോളിസിസ് ഓഫ് കൈറ്റിൻ വിത്ത് മിനറൽ ആസിഡ്സ് വി ഗെറ്റ് എന്ത് കിട്ടും? ഗ്ലൂക്കോസമൈൻ ആൻഡ് അസറ്റിക് ആസിഡ്. എന്ന് കിട്ടും? ഗ്ലൂക്കോസമൈൻ ആൻഡ് അസറ്റിക് ആസിഡ് ഈസ് ഫോംഡ്. എൻസൈം ഏതാണ്? കൈറ്റിനൈസ് എന്നാണ് എൻസൈമിൻ്റെ പേര്. കൈറ്റിനൈസ് എൻസൈം ഡീകമ്പോസ് കൈറ്റിൻ ടു N-acetyl glucosamine. കൈറ്റിനൈസ് എൻസൈം ഡീകമ്പോസ്
chitin to N-acetyl-glucosamine. ഗ്ലൈക്കോകോൺജുഗേറ്റ്സ് എന്താണ്? പോളി അല്ലെങ്കിൽ ഒളിഗോസാക്കറൈഡ് കോവാലൻ്റ്ലി ലിങ്ക്ഡ് ടു പ്രോട്ടീൻസ്, പെപ്റ്റൈഡ്സ് ഓർ അതർ കോമ്പൗണ്ട്സ് ഇസ് കോൾഡ് ഗ്ലൈക്കോകോൺജുഗേറ്റ്സ്. ജനറലി ദേ ആർ കോൾഡ് ഹെറ്ററോഗ്ലൈക്കൻസ്. ഏതൊക്കെ കാറ്റഗറീസ് ഉണ്ട്? 3 കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഹെറ്ററോഗ്ലൈക്കൻസ് അപ്പിയർ ഇൻ 3 ടൈപ്സ് ഓഫ് ഗ്ലൈക്കോകോൺജുഗേറ്റ്സ്. ഏതൊക്കെയാണ്? പ്രോട്ടിയോഗ്ലൈക്കൻസ് ഉണ്ട്, പെപ്റ്റിഡോഗ്ലൈക്കൻസ് ഉണ്ട്, ഗ്ലൈക്കോപ്രോട്ടീൻസും ഉണ്ട്. ഇനി എന്താണ് പ്രോട്ടിയോഗ്ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ? പ്രോട്ടീൻ പ്ലസ് ഗ്ലൈക്കോസമിനോഗ്ലൈക്കൻസ്. അപ്പോൾ എന്താണ് പ്രോട്ടിയോഗ്ലൈക്കൻസ്? എന്താണ്? പ്രോട്ടീൻ പ്ലസ് ഗ്ലൈക്കോസമിനോഗ്ലൈക്കൻസ്. ഇനി എന്താണ് പെപ്റ്റിഡോഗ്ലൈക്കൻസ്? പെപ്റ്റൈഡ് പ്ലസ് പോളിസാക്കറൈഡ്. എന്താണ് പെപ്റ്റിഡോഗ്ലൈക്കൻസ്? പെപ്റ്റൈഡിൻ്റെ കൂടെ പോളിസാക്കറൈഡ് വരുന്നതാണ് എന്ത്? പെപ്റ്റിഡോഗ്ലൈക്കൻസ്. ഇനി എന്താണ് ഗ്ലൈക്കോപ്രോട്ടീൻസ്? പ്രോട്ടീൻ്റെ കൂടെ ഒളിഗോസാക്കറൈഡ് വരുന്നതാണ് എന്ത്? ഗ്ലൈക്കോപ്രോട്ടീൻസ്. പ്രോട്ടീൻ പ്ലസ് ഒളിഗോസാക്കറൈഡ് ഇസ് കോൾഡ് ഗ്ലൈക്കോപ്രോട്ടീൻസ്. നമ്മൾ നോക്കുന്നത് പ്രോട്ടിയോഗ്ലൈക്കൻസ് ആണ്. എന്താണ് പ്രോട്ടിയോഗ്ലൈക്കൻസ്? ഗ്ലൈക്കോസമിനോഗ്ലൈക്കൻ്റെയും പ്രോട്ടീൻ്റെയും കോംപ്ലക്സ് ആണ് എന്ത്? പ്രോട്ടിയോഗ്ലൈക്കൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഗ്ലൈക്കോസമിനോഗ്ലൈക്കൻസ് എന്ന് നോക്കാം. മ്യൂക്കോപോളിസാക്കറൈഡ്സ് ആർ മോർ കോമൺലി നോൺ ആസ് ഗ്ലൈക്കോ അമിനോഗ്ലൈക്കൻസ്. ഇവരെന്താണ്? ഒരു ഹെറ്ററോ പോളിസാക്കറൈഡ് ആണ്. ഇവർ അൺബ്രാഞ്ചഡ് നേച്ചറാണ്. നമ്മൾ ടിഷ്യൂസിനൊക്കെ ഉള്ള എസെൻഷ്യൽ കോമ്പൗണ്ടാണ് ഇവരൊരു ജെലാറ്റിനസ് സബ്സ്റ്റൻസ് ആണ്. പൊതുവെ മോളിക്കുലർ വെയിറ്റ് ഒരു 5 million ഒക്കെ വരും. ഇവരെന്തൊക്കെയായിട്ട് ഉപയോഗിക്കാം? ലൂബ്രിക്കൻ്റ് ആയിട്ടും സിമെൻറ്റിങ് സബ്സ്റ്റൻസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇവരുടെ റിപ്പീറ്റിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡും യൂറോണിക് ആസിഡുമാണ്. അസറ്റൈൽഡ് അമിനോ ഗ്രൂപ്പ്, സൾഫേറ്റ് ആൻഡ് കാർബോസിൽ ഗ്രൂപ്പ് ആർ ഓൾസോ ജനറലി പ്രസൻറ്റ് ഇൻ ദം. ഇവർ പൊതുവെ ഒരു വിസ്കസ് നേച്ചർ, ഒരു സ്ലൈമി, ഒരു മ്യൂക്കസ് ലൈക്ക് ഒരു കൺസിസ്റ്റൻസിയാണ് ഇവർക്കുള്ളത്. ഓക്കെ, അപ്പോൾ അവർക്ക് എന്താണ്? ഹൈ വിസ്കോസിറ്റിയും എലാസ്റ്റിസിറ്റിയും ഒക്കെ പ്രസൻ്റ് ആണ്. അപ്പോൾ ഗ്ലൈക്കോസമിനോഗ്ലൈക്കൻസ് ആർ അൺബ്രാഞ്ച്ഡ് ഹെറ്ററോഗ്ലൈക്കൻസ് ഓഫ് റിപ്പീറ്റിംഗ് ഡൈസാക്കറൈഡ്സ് ഓഫ് അമിനോ ഷുഗേഴ്സ്, ഡി ഗാലക്ടോസമൈൻ ഓർ ഡി ഗ്ലൂക്കോസമൈൻ. ഇതിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? റിപ്പീറ്റിംഗ് ഡൈസാക്കറൈഡ് ഓഫ് ഹൈലറോണിക് ആസിഡാണ് കൊടുത്തിട്ടുള്ളത്. എ ഗ്ലൈക്കോസമിനോഗ്ലൈക്കൻ. ആരൊക്കെ ഉണ്ട്? ഡി ഗ്ലൂക്കോറൊണേറ്റും ഉണ്ട്, എൻ അസറ്റൈൽ ഗ്ലൂക്കോസമൈനും ഉണ്ട്. ലിങ്കേജ് ഏതാണ്? 1,4 ബീറ്റാ ലിങ്കേജാണ് ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത്. ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത് ഹെറ്ററോ പോളിസാക്കറൈഡ് ആണ്. ഇവരെന്താണ്? അസിഡിക് സബ്സ്റ്റൻസ് ആണ്. ജോയിൻറ്റ് ക്യാവിറ്റീസിലൊക്കെ ലൂബ്രിക്കൻ്റായിട്ട് ഇവർ യൂസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇവരുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലീസ്റ്റ് കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറാണ് വരുന്നത്. ഇതെവിടെയൊക്കെ കാണാം? ഫൗണ്ട് ഇൻ വേരിയസ് ടിഷ്യൂസ് ലൈക്ക് വിട്രിയസ് ബോഡി ഓഫ് ഐ, അംബ്ലിക്കൽ കോഡ്, സൈനോവൽ ഫ്ലൂയിഡ് ഓഫ് ജോയിൻറ്റ്സ്, കണക്റ്റീവ് ടിഷ്യൂ, ടെൻഡനിലൊക്കെ കാണാം. എന്താണ് ടെൻഡൻ? മസിലിനെയും ബോണിനെയും കണക്ട് ചെയ്യുന്നതാണ് എന്ത്? ടെൻഡൻ എന്ന് പറയുന്നത്. ഇറ്റ് കണക്ട്സ് മസിൽ ടു ബോൺ. ഓക്കെ, മേഡപ്പ് ഓഫ് സ്ട്രെയിറ്റ് ചെയിൻ പോളിമർ ഓഫ് ഡി ഗ്ലൂക്കറോണിക് ആസിഡ് അല്ലെങ്കിൽ ഗ്ലൂക്കറോണേറ്റ് ആൻഡ് എൻ അസറ്റൈൽ ഡി ഗ്ലൂക്കോസമൈൻ. ഓക്കെ, ഇതെന്താണ്? വിസ്കോ എലാസ്റ്റിക് ബിഹേവിയർ ഉള്ളതുകൊണ്ട് ഇവർക്ക് എന്താണ്? ബയോളജിക്കൽ ഷോക്ക് അബ്സോർവേഴ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇവരുടെ ലിങ്കേജ് എന്താണ്? 2 ലിങ്കേജ് പൊതുവെ വരാറുണ്ട്. ഏതൊക്കെയാണ്? β13 β14 പ്രസൻ്റ് ആണ്. ഈ ഹൈലറോണിക് ആസിഡിനെ ഹൈഡ്രോളിസിസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഫോം ആവും? ഇക്വിമോളാർ മിക്സ്ചർ ഓഫ് ഡി ഗ്ലൂക്കറോണിക് ആസിഡ്, ഡി ഗ്ലൂക്കോസമൈൻ ആൻഡ് അസറ്റിക് ആസിഡ് ആർ അവൈലബിൾ. ഇവിടെ വരുന്ന എൻസൈമാണ് ഹൈലറോണേസ് എന്ന് പറയുന്ന എൻസൈമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഹൈലറോണിക് ആസിഡിൽ വരുന്ന എൻസൈം ഏതാണ്? ഹയാലുറോണേസ് എൻസൈമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവരുടെ ബയോളജിക്കൽ യൂസ് വേറെ ഒരെണ്ണം കൂടേണ്ട ഏതാണ്? ഫെർട്ടിലൈസേഷനിൽ ഇവർ ഇമ്പോർട്ടൻ്റ് റോൾ ചെയ്യുന്നുണ്ട്. ദിസ് എൻസൈം ഇസ് റിച്ച് ഇൻ സ്പേം. സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നതൊരു പ്രോട്ടിയോഗ്ലൈക്കൻ അഗ്രിഗേറ്റ് ഓഫ് എ കാർട്ടിലേജ് ആണ്. എന്തൊക്കെയുണ്ട്? ഒരു സെൻട്രൽ സ്ട്രാൻഡ് ഓഫ് ഹൈഡ്രോണിക് ആസിഡ് ഉണ്ട്, പിന്നെ ലിങ്ക് പ്രോട്ടീൻസ് വരുന്നുണ്ട്, പ്രോട്ടിയോഗ്ലൈക്കൻസ് ഉണ്ട്. അതെന്താണ്? കോർ പ്രോട്ടീൻ അറ്റാച്ച് ടു ഗ്ലൈക്കോസമൈൻ ചെയിൻസ്. ഓക്കെ, ഇവരെന്താണ്? പ്രസൻറ്റ് ഇൻ എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ്, കൊളാജൻ, കണക്റ്റീവ് ടിഷ്യൂസ് സച്ച് ആസ് കാർട്ടിലേജ്, ടെൻഡൻ, സ്കിൻ, blood vessel walls, etc. Some of the mucopolysaccharide are found in combination with proteins to form mucoprotein അല്ലെങ്കിൽ mucoid അല്ലെങ്കിൽ proteoglycans എന്ന് പറയാം. പെപ്റ്റിഡോഗ്ലൈക്കൻസ്.
എന്താണ് പെപ്റ്റിഡോഗ്ലൈക്കൻസ്? പെപ്റ്റിഡോഗ്ലൈക്കൻസ് ആർ heteroglycan chains linked to peptide. Okay, they are the major component of bacterial cell wall. ഈ പെപ്റ്റോഗ്ലൈക്കൻ സബ് യൂണിറ്റ് കോമ്പോസിഷനിൽ ആരൊക്കെ വരും? ഒരു 2 ഓൾട്ടർനേറ്റിംഗ് ഷുഗർ ഡെറിവേറ്റീവ്സും വരും, ഒരു പെപ്റ്റൈഡ് ചെയിനും വരാറുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഈ 2 ഓൾട്ടർനേറ്റിംഗ് ഷുഗർ ഡെറിവേറ്റീവ്സ് വരുന്നത്? ഒരെണ്ണം N അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ, നമ്മൾ NAG അല്ലെങ്കിൽ GLC NAC എന്ന് പറയും. അപ്പോൾ എന്താണ് N അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ, GLC NAC അല്ലെങ്കിൽ NAG എന്നും പറയാം. പിന്നെ വരുന്നത് N അസറ്റൈൽ മ്യൂറാമിക് ആസിഡ്, MURNAC എന്നും പറയാം, NAM എന്നും പറയാം. അപ്പോൾ ഏതൊക്കെയാണ് 2 ഓൾട്ടർനേറ്റിംഗ് ഷുഗർ ഡെറിവേറ്റീവ്സ്? N അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ ആൻഡ് N അസറ്റൈൽ മ്യൂറാമിക് ആസിഡ്. പിന്നെ വരുന്നൊരു പെപ്റ്റൈഡ് ചെയിനാണ്. ഇതെന്താണ്? ഒരു ടെട്രാ പെപ്റ്റൈഡ് ചെയിനാണ് പൊതുവെ ഒക്കർ ചെയ്യുന്നത്. 4 അമിനോ ആസിഡ് പ്രസൻ്റ് ആയിരിക്കും. ഏതൊക്കെയുണ്ട്? അലനിൻ ഉണ്ട്, ഗ്ലൂട്ടോമിക് ആസിഡ് ഉണ്ട്, മീസോ അമിനോ പൈമലിക് ആസിഡ് ഉണ്ട്, പിന്നെ അലനിനും ഉണ്ട്. ഏതൊക്കെ അലനിനാണ്? L അലനിനും പ്രസൻ്റ് ആണ്, D അലനിനും പ്രസൻ്റ് ആണ്. ദേ ആർ അറ്റാച്ച്ഡ് ടു, എവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? കാർബോക്സിലിക് ഗ്രൂപ്പ് ഓഫ് N അസറ്റൈൽ മ്യൂറാമിക് ആസിഡ്. ഓക്കെ, ലിങ്കേജ് ഏതാണ് വരുന്നത്? β14 ലിങ്കേജ് ആണ് പെപ്റ്റിഡോഗ്ലൈക്കനിൽ വരുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ഒരു ഇമേജ് കൊടുത്തിരിക്കുകയാണ്, ഗ്ലൈക്കൻ മൊയിറ്റി ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ. ഇതിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്? പിക്ചർ നോക്കിയാൽ മനസ്സിലാവും എന്ത് ലിങ്കേജാണ്? β14 ലിങ്കേജാണ് വന്നിട്ടുള്ളത്. ആരൊക്കെയാണ് വരുന്നത്? N അസറ്റൈൽ ഗ്ലൂക്കോസമൈനും വരുന്നുണ്ട്, N അസറ്റൈൽ മ്യൂറമിക് ആസിഡും വരുന്നുണ്ട്. ഓൾട്ടർനേറ്റിംഗ് ആയിട്ടാണല്ലേ വരുന്നത്. N അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ, പിന്നെ ഒരു N അസറ്റൈൽ മ്യൂറമിക് ആസിഡ്, പിന്നെയും N അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ, പിന്നെയും N അസറ്റൈൽ മ്യൂറമിക് ആസിഡ്, അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ നേരത്തെ സ്ലൈഡിൽ നോക്കിയല്ലേ, എന്താണ് ബാക്ടീരിയയുടെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൻ വെച്ചാണ് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇത് ഏതിൻ്റെയാണ്? സെൽ വാൾ ഓഫ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ സെൽ വാളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഈ പിക്ചറിൽ വരുന്നത് ആരൊക്കെയാണ്? റിപ്പീറ്റിംഗ് ഡൈസാക്രൈഡ് യൂണിറ്റ് ആണ് ഫസ്റ്റ് ഫോട്ടോയിൽ വരുന്നത്. ഓക്കെ, സെക്കൻഡ് ഫിഗറിൽ ആര് വരുന്നുണ്ട്? ക്രോസ് ലിങ്കിങ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ മാക്രോ മോളിക്യൂളാണ് സെക്കൻഡിൽ വരുന്നുണ്ട്. ഓക്കെ, അതെന്താണ്? ആ ടെട്രാ പെപ്റ്റൈഡ് ആ ലെഫ്റ്റ് സൈഡിൽ ഒന്നും കൂടെ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വാളിൽ വരുന്നതിൻ്റെ യൂസ് എന്താണ്? ദേ പ്രൊവൈഡ് ഓവറോൾ ഷേപ്പ്, ഒരു ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സെല്ല് റപ്ചർ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് എന്താണ്? ഒരു സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പെൻസിലിൻ ഇൻഹിബിറ്റ് എ ട്രാൻസ്പെപ്റ്റിഡൈസ് ഇൻവോൾവ് ഇൻ ബാക്ടീരിയൽ സെൽ ഫോർമേഷൻ. കാരണം എന്താണ്? പെൻസിലിൻ സ്ട്രക്ചർ റിസംബിൾസ് ഡി അലനിൻ. എന്ത് കൊടുത്തിട്ടുണ്ട്? സ്ട്രക്ചർ ഓഫ് പെൻസിലിൻ്റെയും ഡി അലനിൻ്റെയും സ്ട്രക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഫസ്റ്റ് സ്ട്രക്ചറാണ് എന്ത്? പെൻസിലിൻ്റെ സ്ട്രക്ചർ. ആ പിങ്ക് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് എന്ത്? ഡി അലനിൻ. ഓക്കെ, അപ്പോൾ എന്താണ്? പെൻസിലിൻ സ്ട്രക്ചർ റിസംബ്ലിംഗ് ഡി അലനിൻ. Glycoproteins. Proteins that contain covalently bond oligosaccharides either to serine, അത് ഏത് ലിങ്കേജ് ആയിരിക്കും? ഓ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്, ഓർ അസ്പർജൈൻ ഏത് ലിങ്കേജ് ആയിരിക്കും? N ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. Oligosaccharide chains exhibit great variability in sugar sequence and composition. ഓക്കെ, 2 ഫിഗറും താഴെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഓ ഗ്ലൈക്കോസിഡിക് ലിങ്കേജിൻ്റെയും N ഗ്ലൈക്കോസിഡിക് ലിങ്കേജിൻ്റെയും ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആദ്യം വരുന്നത് എന്താണ്? സെറൈൻ റെസിഡ്യൂ ആണ്. രണ്ടാമത് വരുന്നത് ആസ്പെർജൈൻ്റെ റെസിഡ്യൂ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഗ്ലൈക്കോപ്രോട്ടീൻ? ഗ്ലൈക്കോപ്രോട്ടീൻസ് ആർ പ്രോട്ടീൻസ് കമ്പൈൻഡ് വിത്ത് കാർബോഹൈഡ്രേറ്റ്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പറയാം? ഒളിഗോസാക്കറൈഡ്. ഓക്കെ, ഇനി ഗ്ലൈക്കോപ്രോട്ടീൻ എന്ന് പറയുന്നതിനകത്ത് പ്രോട്ടീൻ്റെ കോമ്പോസിഷൻ കൂടുതലും കാർബോഹൈഡ്രേറ്റിൻ്റെ കോമ്പോസിഷൻ കുറവുമാണ്. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞ പ്രോട്ടിയോഗ്ലൈക്കനകത്താണെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ കോമ്പോസിഷൻ കൂടുതലും പ്രോട്ടീൻ്റെ കോമ്പോസിഷൻ കുറവുമാണ്. അപ്പോൾ പ്രോട്ടീൻസിനാണെങ്കിൽ പ്രോട്ടീൻ കൂടുതലും കാർബോഹൈഡ്രേറ്റ് കുറവുമാണ്. പ്രോട്ടിയോഗ്ലൈക്കൻസിലാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലും പ്രോട്ടീൻസ് കുറവും ആണ്. ഓക്കെ, ഇനി ജസ്റ്റ് കുറച്ച് ഷുഗേഴ്സിൻ്റെ പേര് പറയുകയാണെ. ഒരു 8 ഷുഗർ വരുന്നുണ്ട്. കോമൺലി ഫൗണ്ട് ഇൻ ഗ്ലൈക്കോപ്രോട്ടീൻസിൽ കാണുന്ന കോമൺലി ഫൗണ്ട് ആയിട്ടുള്ള 8 ഷുഗേഴ്സിൻ്റെ പേര് പറയുകയാണ്. ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ് ഉണ്ട്, ഗാലക്ടോസ് ഉണ്ട്,
മാനോസ് ഉണ്ട്, എൻ അസറ്റൈൽ ഗാലക്ടോസമൈൻ ഉണ്ട്, എൻ അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ ഉണ്ട്, സൈലോസ് ഉണ്ട്, ഫ്യൂക്കോസ് ഉണ്ട്, എൻ അസറ്റൈൽ ന്യൂറാമിനിക് ആസിഡും ഉണ്ട്. ഒന്നും കൂടെ പറയുകയാണെ, ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, മാനോസ്, എൻ അസറ്റൈൽ ഗാലക്ടോസമൈൻ, എൻ അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ, സൈലോസ്, ഫ്യൂക്കോസ്, എൻ അസറ്റൈൽ ന്യൂറാമിനിക് ആസിഡ്. ഓക്കെ, അപ്പോൾ എത്ര ടൈപ്പ് ഓഫ് ലിങ്കേജ് വരുന്നുണ്ട് ഗ്ലൈക്കോ പ്രോട്ടീനിൽ? O ലിങ്ക്ഡ് ഗ്ലൈക്കോ പ്രോട്ടീനും ഉണ്ട്, N ലിങ്ക്ഡ് ഗ്ലൈക്കോ പ്രോട്ടീനും ഉണ്ട്. ഓക്കെ, ഇനി O ലിങ്ക്ഡ് ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഹൈഡ്രോക്സൈൽ സൈഡ് ചെയിൻ ഓഫ് സെറൈൻ അല്ലെങ്കിൽ ത്രയോനൈൻ ആൻഡ് ഷുഗർ. അപ്പോൾ എന്താണ് ഹൈഡ്രോക്സൈൽ സൈഡ് ചെയിൻ ഓഫ് സെറൈൻ റെസിഡ്യൂ അല്ലെങ്കിൽ ത്രിയോനൈനും വരുവേ. ഓക്കെ, ആൻഡ് എ ഷുഗർ. ഇവരെന്താണ് അമിനോ ആസിഡ്സ് ആണല്ലേ. ഓക്കെ, ഇനി അടുത്ത വരുന്നത് N ലിങ്ക്ഡ് ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ്. അതെന്താണ് അമൈഡ് നൈട്രജൻ ഓഫ് അസ്പർജൈൻ അല്ലെങ്കിൽ ഗ്ലൂട്ടമൈൻ ആൻഡ് ഷുഗർ. അപ്പോൾ എന്താണ് അമൈഡ് നൈട്രജൻ ഓഫ് അസ്പർജൈൻ ഓർ ഗ്ലൂട്ടമൈൻ ആൻഡ് ഷുഗർ ആണ് എന്തിൽ വരുന്നത്? N ഗ്ലൈക്കോസൈഡ് ലിങ്കേജിനകത്ത് വരുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് ഗ്ലൈക്കോ പ്രോട്ടീൻ ജസ്റ്റ് ഒന്ന് നോക്കാം. എല്ലാ പ്ലാസ്മ പ്രോട്ടീനകത്തും എന്ത് കാണും? ഗ്ലൈക്കോ പ്രോട്ടീൻസ് കാണും, ആൽബുമിൻ ഒഴികെ. എത്ര പ്ലാസ്മ പ്രോട്ടീൻ ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ. എന്താണ് ആൽബുമിൻ്റെ യൂസ്? ടു റെഗുലേറ്റ് ഓസ്മോട്ടിക് പ്രഷർ. ഗ്ലോബുലിൻ ആണെങ്കിലോ ഫൈറ്റ് അഗൻസ്റ്റ് പാത്തോജൻസ്. ഫൈബ്രിനോജൻ ആണെങ്കിൽ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, മെനി ഇൻറ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് ആർ glyco proteins. Most proteins that are secreted such as antibodies, hormones and coagulating factors are glycoproteins. പിന്നെ എവിടെയൊക്കെ കാണാം? glycoproteins serve as a lubricant and protective agent. എവിടെയൊക്കെ കാണും? മ്യൂക്കിൻ ഓഫ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനിൽ കാണും. യൂറോജെൻറ്റൽ ട്രാക്കിലൊക്കെ ആര് പ്രസൻ്റ് ആണ്? ഗ്ലൈക്കോപ്രോട്ടീൻസ് പ്രസൻ്റ് ആണ്. ദേ ഓൾസോ സെർവ് ആസ് ട്രാൻസ്പോർട്ട് മോളിക്യൂൾസ് സച്ച് ആസ് ട്രാൻസ്ഫറിങ് ആൻഡ് സെറുലോപ്ലാസ്മിൻ. ഓക്കെ, ഇനി കുറച്ച് ഗ്ലൈക്കോപ്രോട്ടീൻസും അതിൻ്റെ ഫങ്ഷനും പറയാം. കൊളാജൻ എന്ന് പറയുന്ന ഗ്ലൈക്കോപ്രോട്ടീൻ്റെ ഫങ്ഷൻ എന്താണ്? അതൊരു സ്ട്രക്ചറൽ മോളിക്യൂളാണ്. ഇപ്പോൾ മ്യൂക്കിൻ എന്ന് പറയുന്ന ഗ്ലൈക്കോപ്രോട്ടീൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ലൂബ്രിക്കേഷൻ തരും, ഒരു പ്രൊട്ടക്റ്റീവ് ഏജൻ്റായിട്ടൊക്കെ ആക്ട് ചെയ്യും. ഈ ട്രാൻസ്ഫറിൻ അല്ലെങ്കിൽ സെറുലോപ്ലാസ്മിനൊക്കെ എന്താണ്? ഗ്ലൈക്കോപ്രോട്ടീൻസ് ആണ്. അവർ ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അവരെന്താണ്? ട്രാൻസ്പോർട്ടേഷൻ മോളിക്യൂൾസ് ആണ്. ദേ ഹെൽപ്സ് ടു ട്രാൻസ്പോർട്ട് മോളിക്യൂൾസ്. ഓക്കെ, ഇനി എന്താണ്? ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലെങ്കിൽ ഹിസ്റ്റോ കോംപാറ്റിബിലിറ്റി ആൻറ്റിജൻ എന്ന് പറയുന്ന ഗ്ലൈക്കോപ്രോട്ടീൻസ് ആണെങ്കിൽ ഇമ്മ്യൂണോളജിക് മോളിക്യൂൾസ് ആണല്ലേ. അവർ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി എന്താണ്? ഹോർമോൺസ് ലൈക്ക് TSH, HCG ഒക്കെ എന്താണ്? ഒരു ഹോർമോണാണ്. ഓക്കെ, ഇനി എൻസൈമായിട്ടുള്ള ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എന്താണ്? അതും ഒരു ഗ്ലൈക്കോ പ്രോട്ടീനാണ്. ഓക്കെ, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.